പൊരുളിലും സ്മരണമായി മിന്നി പരമപ്രകാശമേ ശരണം നീ എന്നും. സൈനിനാരായിരുന്നു? സൈനിന് ആരും പറഞ്ഞിട്ടില്ല. ഒരു മോട്ടിവേഷണൽ സ്റ്റോറി പറയട്ടെ? ഓക്കെ പറഞ്ഞോളൂ. ഒരു കാട്ടില് കുറേ തവളകള് ഭക്ഷണം തേടി പോവായിരുന്നേ. അങ്ങനെ പോകുമ്പോൾ അപ്രതീക്ഷിതമായ 4 തവളകൾ ഒരു കുഴിയിൽപ്പെട്ടു. ഇത് കണ്ട മറ്റു തവളകൾ കുഴിയുടെ ചുറ്റും നിന്ന് നോക്കിയിട്ട് പറയും, അയ്യോ, കുഴി ഭയങ്കര വലുതാണല്ലോ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും സാധിക്കില്ല. നിങ്ങൾ 4 പേരും ഇതിന്റെ ഉള്ളിൽ കിടന്ന് മരിക്കുക തന്നെ ചെയ്യുമെന്ന് പറയും. ഞങ്ങളുടെ യാത്ര തുടരട്ടെ എന്ന് പറഞ്ഞ് മറ്റു തവളകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ വീണു കിടക്കുന്ന 4ൽ 3 തവളകൾ ഭയങ്കരമായി കരയാൻ തുടങ്ങും. പക്ഷെ 4ാമത്തെ തവളയാകട്ടെ ഇതൊന്നും ശ്രദ്ധിക്കാതെ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ശ്രമിച്ച് ഒരു ദിവസം ആ കുഴിയുടെ മേലെ കിടക്കുമ്പോൾ മറ്റു 3 തവളകൾ ചോദിക്കും, ഇത് എങ്ങനെ നിനക്ക് സാധിച്ചു എന്ന്. അപ്പൊ 4ാമത്തെ തവള പറയും, പിന്തിരിപ്പിന് ആശയങ്ങൾ പറയാൻ നമുക്ക് ചുറ്റും കുറേ പേർ കാണും, പക്ഷെ അതുപോലെ തന്നെ പിന്തിരിപ്പിന്റെ ആശയങ്ങൾക്ക് ചെവി കൊടുക്കാതെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ചെയ്യുന്നതാണ് വിജയത്തിന്റെ രഹസ്യം. ഇതൊരു മോറൽ സ്റ്റോറിയാണ്. തോട്ട് ഓഫ് ദി ഡേ ആരാ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ? Thought of the day. Good morning, all. I am Aisha. Thought of the day. Winners are not those who never fail, but those who never quit. APJ Abdul Kalam. Thank you. Good morning. Good morning. Good morning, ma'am. Good morning. Okay, fine. We can start. പ്രയറും എല്ലാം കഴിഞ്ഞ് ഞാൻ കണ്ടു. ഞാൻ സ്റ്റോറി പറയുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവിടെയായിരുന്നു? ലാസ്റ്റ് ക്ലാസ് ഫിസിക്കൽ ഫിറ്റ്നസ് അത് കംപ്ലീറ്റ് ചെയ്തു അല്ലെ? എന്നിട്ട് വെൽനസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് സംസാരിക്കാം, ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു. വെൽനസിന്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടോ? ഞാൻ വെൽനെസ്സിന് മുമ്പ് അതിന്റെ ആക്ടിവിറ്റികളും കൂടെ കുറച്ച് പറയാൻ ബാക്കിയുണ്ടായിരുന്നു. ഫിറ്റ്നസ്സിൽ, ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ റണ്ണിങ് ഷെയർ ചെയ്തിട്ടോ. ഒന്ന് മ്യൂട്ട് ചെയ്യാം പ്ലീസ്. Okay, sir. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ, കാരണം എന്തോ മഴയാണോ എന്തൊക്കെയോ കേൾക്കും. മഴയാണ് മിസ്, നല്ല മഴയാണ്. യെസ്, ഇവിടെ മഴ കഴിഞ്ഞുള്ളൂ. സോ കണ്ടന്റ്സ് ഫിസിക്കൽ ഫിറ്റ്നസിനെ പറഞ്ഞു, അതിന്റെ ആക്ടിവിറ്റീസ് അല്ലെ, നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസിലൂടെ നമുക്ക് ഫിസിക്കലി ഫിറ്റ് ആകാം എന്നുള്ളതായിരുന്നു പറഞ്ഞത്. അത് നമ്മളുടെ ഹെൽത്ത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്ക് തിരഞ്ഞെടുക്കാം. ഏതൊരു ആളുകൾക്കും പറ്റുന്നതാണ് വാക്കിംഗ്. ഈവൻ എന്തെങ്കിലും മേജർ സർജറി ഹാർട്ടിന്റെ ആണെങ്കിലും ലങ്സിന്റെ ആണെങ്കിലും ചെയ്തു കഴിഞ്ഞാലും ഡോക്ടർ പറയും ഇത്ര സമയം നടക്കണം എന്ന് പ്രത്യേകം പറയും. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള വാക്കിംഗ്, റണ്ണിങ്, ഡാൻസിങ്, അങ്ങനെ എന്ത് ഫോം വേണമെങ്കിലും, എറോബിക്സോ സൂംബയോ അങ്ങനെ ഏതാണോ നമുക്ക് ഇഷ്ടം, നമ്മളുടെ ഏജ് ഹെൽത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏത്
എക്സസൈസുകൾ നമുക്ക് സ്വീകരിക്കാം, അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ആദ്യത്തെ രണ്ടെണ്ണം ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? Walking. Walking can develop the physical fitness content like body competition, cardiovascular fitness, etc. Running. Running can develop the physical fitness contents like muscular continuity, agility, speed, etc. വാക്കിംഗ്, ആർക്ക് വേണമെങ്കിലും വാക്കിംഗ് എന്നുള്ള അത് ചെയ്യാനായിട്ട് പറ്റും. നല്ലൊരു ഫ്രഷ് എയർ. അപ്പൊ നമ്മള് മോർണിംഗ് ചിലര് എടുക്കും, ചിലര് വൈകുന്നേരങ്ങളിൽ വാക്കിങ്ങിന് പോവും. അങ്ങനെ ഡിപ്പെൻസ് അല്ലെ. മോർണിംഗ് ഒക്കെ ഇപ്പൊ പാർക്കുകളിലൊക്കെ വാക്ക് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി കൊടുക്കും. പലർക്കും റോഡിലേക്ക് പോകണ്ട, അപ്പൊ വണ്ടികളുടെ പ്രശ്നങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ പാർക്കില് അപ്പൊ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ഇങ്ങനെ നടക്കുന്ന ആളുകളുടെ ഗ്രൂപ്പും അവരുടെ ആക്ടിവിറ്റീസും. അവിടെ വേണമെങ്കിൽ അവരൊരു ലാഫിംഗ് ആക്ടിവിറ്റി ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. സോ വാക്കിംഗ് നല്ലൊരു ഫിസിക്കൽ ഫിറ്റ്നസ് ആക്ടിവിറ്റിയാണ്. നമ്മളുടെ ബോഡിയുടെ ആ ഒരു കോമ്പോസിഷൻ പലപ്പോഴും വാക്ക് ചെയ്യേണ്ട രീതികളൊക്കെ പറഞ്ഞു കൊടുക്കും ഈ ഡോക്ടേഴ്സ്. എങ്ങനെ നടക്കണം, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ജിം ട്രെയിനറെ കാണുകയാണെങ്കിൽ അവരും പറയും എങ്ങനെ വാക്ക് ചെയ്യണം, കൈകൾ വളരെ വീശി അങ്ങനെയൊക്കെ പോകണം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. പിന്നെ റണ്ണിങ് ഉള്ളത് എല്ലാവരും ചെയ്യുന്ന ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ആക്ടിവിറ്റി അല്ല. അത് ആ ഒരു അത്ലറ്റിക്സിൽ അല്ലെങ്കിൽ അതില് റണ്ണിങ് കോമ്പറ്റീഷന് പോകുന്നവര്, പിന്നെ അല്ലെങ്കിൽ കളിക്കുന്നവര്, ഇപ്പൊ ഔട്ട്ഡോർ ഗെയിംസിലൊക്കെ കളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഖോ അത് തന്നെ സ്പീഡ് വേണ്ടുന്ന കളികളുണ്ടല്ലോ, ക്രിക്കറ്റ്, ഫുട്ബോൾ അങ്ങനെയൊക്കെ വരുന്നത് സ്പീഡ് അതിലൊരു മെയിൻ ഫാക്ടറാണ്. അങ്ങനെയുള്ളവര് റണ്ണിങ് ചൂസ് ചെയ്യും. റണ്ണിങ് അങ്ങനെ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഒരു മസ്കുലർ കണ്ടിന്യൂറ്റി, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു റണ്ണിങ് കോമ്പറ്റീഷൻ മാരത്തോൺ ഉണ്ട്, നമ്മളൊരു പ്രാക്ടീസ് ഇല്ലാതെ ആ മാരത്തോണിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മസിൽസ് എല്ലാം കൂടെ സ്ട്രെച്ച് ചെയ്ത് വല്ലാതാവും, പൂച്ചി പിടിക്കുന്ന ഒരു അവസ്ഥയൊക്കെ. അപ്പൊ നമ്മളത് ഡെയിലി നമ്മൾ ഇത്ര സമയം റൺ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കോമ്പറ്റീഷനൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് ആ മസ്കുലർ കണ്ടിന്യൂറ്റി കിട്ടും. പെട്ടെന്ന് ഒരു ദിവസം ചെയ്യും അത് ബുദ്ധിമുട്ടായിരിക്കും. അതിന്റെ ഒരു എജിലിറ്റി, ആ ഒരു ഗ്രേസ്ഫുൾനെസ്, സ്പീഡ് അല്ലെ, ഒരു പർട്ടിക്കുലർ ഷോർട്ട് ടൈമില് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ സ്റ്റോപ്പറൊക്കെ കയ്യിൽ വെച്ച് ഓടുന്നതൊക്കെ കാണാം. അപ്പൊ ഫസ്റ്റ് ഒരു വീക്ക് ഒരു സ്പീഡിലായിരിക്കും, നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ അവർ ആ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റോപ്പർ നോക്കി മനസ്സിലാക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് വെയിറ്റ് ട്രെയിനിങ്. ഓക്കെ, വെയിറ്റ് ട്രെയിനിങ്ങും സ്ട്രെച്ചിങ്ങും ആരെങ്കിലും വായിച്ചോളൂ, ഞാൻ അങ്ങനെ പറഞ്ഞുപോയി. ഓക്കെ, വെയിറ്റ് ട്രെയിനിങ്ങും സ്ട്രെച്ചിങ്ങും. Weight training can develop the physical fitness contents like muscular continuity, strength, etc. ഓക്കെ, വെയിറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊന്നും ചെയ്യുന്നതല്ല. പക്ഷെ എന്നാലും നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ ചെറിയ വെയിറ്റുകളൊക്കെ നമ്മളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കല്ലേ. അല്ലാതെ ഇതുപോലെ വെയിറ്റ് ട്രെയിനിങ് കോമ്പറ്റീഷന് പോകുന്നവര് അവര് കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ പ്രാക്ടീസ് ആയിരിക്കും. അവിടെയും മസിൽസിന്റെ ആ ഒരു കണ്ടിന്യൂറ്റി, മസ്കുലർ കണ്ടിന്യൂറ്റി, സ്ട്രെങ്ത് തന്നെയാണ് അവിടെ. നമ്മുടെ മസിൽസ് നല്ല സ്ട്രോങ് ആവാനും ബോൺസ് എല്ലാം സ്ട്രോങ് ആവാനും നമ്മൾ ജിമ്മിലൊക്കെ ജോയിൻ ചെയ്യുവാണെങ്കിൽ അവര് വെയിറ്റ് ട്രെയിനിങ് നമ്മളെ കൊണ്ട് നമ്മൾക്ക് പറ്റുന്ന ആ ഒരു വെയിറ്റ് നമ്മൾ എടുക്കാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യിക്കും. ഓക്കെ, നെക്സ്റ്റ് സ്ട്രെച്ചിങ്. കളിക്കളത്തില് പ്ലെയേഴ്സ്. യെസ്, Stretching can grow the physical fitness components like body composition, flexibility, etc. ഓക്കെ, സ്ട്രെച്ചിങ് കളിക്കാനായിട്ട് പ്ലെയേഴ്സ് ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ, അത് ഫുട്ബോൾ ആണെങ്കിൽ ക്രിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ കാണാം ഒരു വാമപ്പ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് അല്ലെ. അവര് മെയിൻ ആക്ടിവിറ്റീസിന് മുമ്പായിട്ട് ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നത് കാണാം. അതും ഇതുപോലെ ഇവരുടെ മസിൽസിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാനും ബോഡി ശരിയായ രീതിയിൽ ബോഡിയുടെ കോർഡിനേഷനും കോമ്പോസിഷനും, കാരണം അല്ലെങ്കിൽ പെയിൻ ഒക്കെ വരും, ചില ജോയിന്റ്സിലൊക്കെ പെയിൻ വരും. നമ്മളൊരു മെയിൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് മുമ്പ് സ്ട്രെച്ച് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ പെയിൻ വരും. ആ ഒരു ബോഡി ഫ്ലെക്സിബിൾ ആകാനായിട്ട്. കാരണം ഒരു ബോള് വരുമ്പോഴേക്കും ബാറ്റ് എടുത്ത് ആ ബോളിനെ അടിച്ചിട്ട് ഇവർക്ക് ഓടാനായിട്ട് ആ ഒരു ഫ്ലെക്സിബിലിറ്റി, അതും ഫുട്ബോളിലാണെങ്കിലും ഏതൊരു മാച്ചിലാണെങ്കിലും. പിന്നെ ഡാൻസിന് മുമ്പ് കുട്ടികൾ വാമപ്പ് എക്സസൈസും സ്ട്രെച്ചിങ്ങും ചെയ്യും. ഒരു ഡാൻസ് പെർഫോമൻസിന് മുമ്പ്, ഡാൻസ് പഠിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഇനീഷ്യലി ഒരു വാമപ്പ് ആയിരിക്കും ചെയ്യുന്നത്.
എന്നിട്ടാണ് ആ കണ്ടിന്യൂസ് അതിന്റെ പ്രാക്ടീസും അല്ലെങ്കിൽ പെർഫോം ചെയ്യുവാണെങ്കിൽ ആ പെർഫോമൻസിലേക്ക് പോകുന്നത്. കൈയും കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യും. അപ്പൊ ഇതാണ് ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് കമ്പണൻസ്. നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഫിസിക്കൽ ഫിറ്റ്നസ് കമ്പണൻസിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ഓക്കെ, സോ ഇനി നമ്മള് വെൽനെസ്സിലേക്ക് പോവുകയാണ് കേട്ടോ. വെൽനെസ്സിന്റെ ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ ലിങ്ക് എല്ലാവർക്കും ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. കൺസെപ്റ്റ് ഓഫ് വെൽനെസ്. ഹലോ മാഡം, ഒരു സ്കൂളില് സാർ വിളിച്ചിട്ട് പോവുകയാണ്. അപ്പൊ ഞാന് കട്ടാക്കുന്നുണ്ട് കേട്ടാ. ക്ലാസ് റെക്കോർഡ് കേട്ടോണ്ട്. ബൈ. ഓക്കെ, വെൽനെസ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് പ്രോസസ് ആണ്. ആരെങ്കിലൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ പലപ്പോഴും ഹെൽത്തിന് കഴിഞ്ഞ ദിവസം വെൽനെസ് എന്താന്ന് ചോദിച്ചപ്പോ നമ്മൾക്ക് അങ്ങ് കൺഫ്യൂഷൻ ആയിപ്പോയി. നമ്മൾ ഹെൽത്തും വെൽനെസ്സും കൂടെ മിക്സ് ചെയ്ത് വന്നു. ഹെൽത്തും വെൽനെസ്സും കൂടെ നമുക്ക് പലപ്പോഴും മാറിപ്പോകാറുണ്ട്. പക്ഷെ ഈ WHO എന്താണെന്നറിയാലോ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. WHO ശരിക്കും ഹെൽത്തിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുഖം, സന്തോഷം, സമാധാനം, അതാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഹെൽത്ത് എന്ന് പറയുന്നത് നല്ല ഭക്ഷണം കഴിച്ച് ശരീരത്തിന് ആരോഗ്യം ഉണ്ടാക്കുന്നത് മാത്രമല്ല, മനസ്സിന്റെ ആരോഗ്യവും നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്നത്, നമ്മൾ സോഷ്യലി ഇന്ററാക്ട് ചെയ്യുന്നത്, നമ്മൾ സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറുന്നത്, സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളായി മാറുന്നത്. എന്താ ഈ സോഷ്യലി ആക്സെപ്റ്റബിൾ, സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ എന്നൊക്കെ പറയുന്നതിന് അർത്ഥം എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സൊസൈറ്റിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുന്ന, സൊസൈറ്റിക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ദാറ്റ് ഈസ് സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരാള്. ഞാനിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്റെ അയൽപക്കത്തുള്ളവരൊക്കെ പോകും, അതിനോട് സംസാരിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവര് മുഖം തിരിക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഞാൻ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല. സോ സോഷ്യലി അക്സെപ്റ്റബിൾ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരെയും പ്ലീസ് ചെയ്യാന്നുള്ളതല്ല. നമ്മളുടെ മുന്നിൽ വരുന്ന ആള് അതേപോലെ അയാൾക്ക് എന്തൊക്കെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടോ, എന്തൊക്കെ പോസിറ്റീവ് ഉണ്ടോ നെഗറ്റീവ് ഉണ്ടോ ഡിഫറൻസസ് ഉണ്ടോ, അവരെ അതുപോലെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക. ദാറ്റ് ഇസ് സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരാള്. അവരെ നമുക്ക് അതുപോലെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക. നമ്മൾ ആവശ്യമില്ലാത്ത കോൺഫ്ലിക്ട്സിൽ കയറി ഇടപെടരുത്. നമ്മുടെ ഡോക്ടർ മറിയ മോണ്ടിസോറിയുടെ ഗോളും അത് തന്നെയായിരുന്നു, അവരുടെ എയിമും അത് തന്നെയായിരുന്നു. സൊസൈറ്റിക്ക് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള മക്കളായിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഗോൾ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കോളേജിൽ ചേർക്കാൻ പോകുമ്പോൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്താ നോക്കുന്നത്? നല്ല കോളേജ് ആയിരിക്കണം, നല്ല കോഴ്സ് ആയിരിക്കണം, അതുകൊണ്ട് ആ കോഴ്സ് ചെയ്യുന്നത് കരിയർ ഡെവലപ്മെന്റ് ഉണ്ടാകണം, ആ ഒരു രീതിയിൽ കുട്ടി നല്ല രീതിയിൽ നല്ലൊരു കരിയർ സെറ്റ് ചെയ്യണം, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലെ? കഷ്ടപ്പെടാതെ നല്ലൊരു ജോലി കിട്ടണം, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അറ്റ് ദ സെയിം ടൈം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതായത് ഈ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒരു ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ കുറെ പ്രോഡക്ട്സിനെ ഉണ്ടാക്കുകയല്ല ശരിക്കും വേണ്ടത്. കുട്ടിയുടെ ബിഹേവിയർ ഷേപ്പ് ചെയ്യുക, കുട്ടിയുടെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യുക, ഇതെല്ലാം കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് സ്കൂളിൽ നിന്നാണ്. അറിയാം, ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന് കേട്ടിട്ടുണ്ടല്ലേ? അപ്പോൾ ചെറുപ്പത്തിലേ അത് തുടങ്ങണം. വലുതായിട്ട് നന്നാക്കാനായിട്ട് അല്ല നോക്കേണ്ടത്. ചില കുട്ടികൾ വലുതാകുമ്പോ അവർക്ക് ചില ആളുകളുടെ ഇൻഫ്ലുവൻസിൽ അവർ ഒത്തിരി ഡീവിയേറ്റഡ് ആയി പോയിട്ടുണ്ട്, ബാഡ് ഇതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചില ആളുകളുടെ ഇൻഫ്ലുവൻസ് കെയർ കൊണ്ട് അവർ തിരിച്ചു വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ എല്ലാ കുട്ടികളിലും അത് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ചെറുപ്പം തുടങ്ങി ഗ്രാസ് റൂട്ടിലേ നമ്മൾ തുടങ്ങും. അതുകൊണ്ടാണ് മോണ്ടിസോറി മെത്തേഡ് ഇത്രയും പോപ്പുലർ ആകാനായിട്ടുള്ള കാരണം. കുട്ടികളുടെ ആ ഡെവലപ്പ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഇടുന്ന ആ ഒരു സ്റ്റേജ് തുടങ്ങിയിട്ടാണ് ആ ടൈമിലാണ് നമുക്ക് കുഞ്ഞുങ്ങളെ കയ്യിൽ കിട്ടുന്നത്. 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെ. 3 വയസ്സ് വരെയും കുട്ടികൾക്ക് ഓർമ്മയില്ല. അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഒട്ടും ഓർമ്മയില്ല. അവർക്ക് അൺകോൺഷ്യസ് മൈൻഡ് ആയിരിക്കും. അവരുടെ മെമ്മറി ആ സമയത്ത് അൺകോൺഷ്യസ് മെമ്മറിയാണ്. പക്ഷെ അത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നുണ്ടാവും അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം. അതാണ് പലപ്പോഴും
പല ഏജ് ആയാലും നമുക്ക് ചില കാര്യങ്ങളോട് ഒരു പേടി, ഒരു ഫോബിയ പോലെയൊക്കെ നമുക്ക് തോന്നുന്നു അല്ലെ. ഇടിമിന്നല്, രാത്രി, ഇരുട്ട്, നിഴല്, ഇതൊക്കെ നമുക്കൊരു പേടി തോന്നുന്നു. അത് മേ ബി ആ ഒരു ചെറുപ്പത്തിൽ സംഭവിച്ച എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസിൽ നിന്ന് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ ആങ്സൈറ്റി കൊണ്ട് ആകാനും ചാൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു 3 വയസ്സ് വരെ ഓർമ്മയില്ല എന്ന് കരുതിയിട്ട് കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും ഡീൽ ചെയ്യാം എന്നല്ല കുട്ടിയെ. പക്ഷെ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അന്ന് സംഭവിക്കുന്നത് കുട്ടിയുടെ ഈ ഒരു ഉപബോധ മനസ്സിൽ ഇങ്ങനെ കിടക്കും. ഇത് നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് 3 ഇയേഴ്സിന് ശേഷം നമ്മളുടെ മെമ്മറി കോൺഷ്യസ് ആവുകയാണ് കേട്ടോ. ഉറങ്ങുമ്പോൾ നമ്മളുടെ ഈ കോൺഷ്യസ് മൈൻഡ് റെസ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡ് അപ്പൊ പണിയെടുക്കാൻ തുടങ്ങും. അതാണ് ഇങ്ങനെ ചില തലയും വലുമില്ലാത്ത സ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, അതൊക്കെ അതാണ്. അപ്പം കുട്ടികളെ പ്രൊഡക്റ്റീവായിട്ട് ഉള്ള മക്കളായിട്ട് ഇവർ വളർന്നു വരണം. അപ്പൊ അതായത് അവർക്ക് മറ്റുള്ളവർക്ക് എമ്പതി, മറ്റുള്ളവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരുടെ അവസ്ഥയിൽ നിന്ന് ചിന്തിക്കാനും അവർക്ക് പറ്റണം. അതിനുള്ള മനസ്സുണ്ടായിരിക്കും. അതിനുള്ള ഒരു സോഫ്റ്റ് ഹാർട്ടഡ്, മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ അങ്ങനെയുള്ള രീതിയിൽ. അതിന്റെ അർത്ഥം ഒത്തിരി അങ്ങ് പാവായി പോകണമെന്നില്ല കേട്ടോ. അവർക്ക് തെറ്റും ശരിയും തിരിച്ചറിയാനായിട്ട് പറ്റും. പ്രൊഡക്റ്റീവായിട്ട് ഇറങ്ങണം, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റണം. അതായിരുന്നു മറിയ മോntessoriയുടെ ഗോള്. അതിനുവേണ്ടി അവരെ സെലക്ട് ചെയ്ത ഏജ് ആണ് 3 to 6 years. ഫാസ്റ്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് ആ ഒരു സമയത്ത്. ബുദ്ധി, ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, ലാംഗ്വേജ് എല്ലാം ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് കിട്ടിയാൽ മാത്രമാണ് കുട്ടി ആ ഒരു ഡെവലപ്മെന്റിലേക്ക് പോകുള്ളൂ. ഓക്കെ. ഇപ്പോ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് ശാരീരികം, മാനസികം, സോഷ്യൽ, സാമൂഹികവുമായിട്ടുള്ള ഒരു ക്ഷേമം, സന്തോഷം, സമാധാനമാണ്. ഡിസീസ് ഇല്ലാത്ത അവസ്ഥ മാത്രമല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. അതിനേക്കാളൊക്കെ ഒരു വൈഡർ സ്കോപ്പ് ഹെൽത്തിനുണ്ട്. സോഷ്യൽ, ഫിസിക്കൽ, എക്കണോമിക്, അങ്ങനെ പല ഏരിയയുമായിട്ട് ഇത് കണക്റ്റഡ് ആണ്. ഓക്കെ. സോ നമുക്കറിയാം, നമ്മളുടെ സാമ്പത്തിക അവസ്ഥ മോശമാണെങ്കിൽ നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കും, എപ്പോഴും നമ്മളുടെ ഒരു പ്രാർത്ഥന ഏതാണ്? ആരുടെ മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കാനുള്ള ഒരു ശക്തി തരണേ. അല്ലാതെ എനിക്ക് ലോട്ടറി അടിക്കണം, എനിക്ക് അത്രയും രൂപ ഇടണം, എനിക്ക് കാറ് ഗിഫ്റ്റ് ചെയ്യണം, അങ്ങനെയൊന്നുമല്ല നമ്മൾ പ്രാർത്ഥിക്കുക. ആരുടെയും മുമ്പിൽ കൈ നീട്ടാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു അതിനുള്ള ഒരു ശക്തി, രീതിയിൽ എനിക്ക് ജീവിക്കാനായിട്ട് ശക്തി തരണേ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാണ്. മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ, ഓവർകം ചെയ്യാനായിട്ടുള്ള ആ ഒരു സ്ട്രെങ്ത് നമ്മുടെ മൈൻഡിനുണ്ടാവും. ഇതാണ് നമ്മുടെ ഒരു പ്രാർത്ഥനയൊക്കെ വരുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് തകിടം മറിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കഷ്ടപ്പെടുന്ന ഫാമിലികളുണ്ട്. അപ്പൊ ഈ പറയുന്ന വെൽനസ് ഒത്തിരി അങ്ങോട്ടാവും. നമ്മുടെ ആ സന്തോഷം, സമാധാനം എന്നുള്ളത് താഴെ പോകും അല്ലെ. ഒരു അസുഖം വീട്ടിലൊരാൾക്ക് വന്നു, ഒരു ക്രിട്ടിക്കൽ ഇൽനസ്, കയ്യിലുള്ളതെല്ലാം വിറ്റ് പറക്കി വീട് വരെ വിറ്റ് ട്രീറ്റ് ചെയ്യുവാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ ആകെ ബുദ്ധിമുട്ടാകുമ്പോൾ ആ ഒരു എക്കണോമിക് വെൽനസ് അത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. പിന്നെ പലപ്പോഴും ക്ലൈമറ്റ് നമ്മളുടെ വെൽനസിനെ ബാധിക്കുന്നു. വളരെ അടുത്ത ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു കസിന്റെ കല്യാണമാണ്. നമ്മള് നേരത്തെ തുടങ്ങി പ്ലാൻ ചെയ്ത് അതിന് വേണ്ടുന്ന ഡ്രസ്സെല്ലാം വാങ്ങിച്ചു, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തു, ഡിസൈൻ ചെയ്തു, അതിന് മാച്ചിങ് ആക്സസറീസ് ഒക്കെ എടുത്ത് ഒരു തന്നെ ഒരുങ്ങേണ്ട ഒരു ബ്യൂട്ടീഷ്യനെ കൊണ്ട് ഒരുക്കി അങ്ങനെയൊക്കെ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് കല്യാണത്തിന് ഇറങ്ങാൻ പോകുമ്പോഴേക്കും ഭയങ്കര മഴ. നമുക്ക് ആകെ ബുദ്ധിമുട്ടായി പോകില്ലേ. ഭയങ്കര ആകെ വിഷമവും ആകെ ബുദ്ധിമുട്ടായി പോകും. ദാറ്റ് മീൻസ് ക്ലൈമറ്റ് നമ്മളുടെ സുഖത്തെ ബാധിക്കുന്നുണ്ട് അല്ലെ. അത് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ, ക്ലൈമറ്റിക് വെൽനെസ്സിന്. അതുകൂടാതെ ഞാനിപ്പോ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. എന്റെ ഈ ക്ലാസ് എടുക്കുന്ന ഈ റൂമിലെ വീട്ടിലിരുന്നാണ് കേട്ടോ എടുക്കുന്നത്. ക്ലാസ് എടുക്കുന്ന റൂമിൽ ആവശ്യത്തിന് ലൈറ്റ് ഉണ്ട്, പുറത്തുനിന്നുള്ള വെളിച്ചം വരാനായിട്ട് വിൻഡോസ് ഉണ്ട്, പിന്നെ ഫാൻ ഉണ്ട്, AC ഉണ്ട്. അപ്പം എനിക്ക് ചൂട് എന്നുള്ളത് എന്നെ ബാധിക്കില്ല. പക്ഷെ ഇതെല്ലാം വർക്ക് ചെയ്യുന്നില്ല. എന്തോ ഒരു പ്രശ്നം കാരണം, എന്തോ തകരാറ് കാരണം എല്ലാം വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് ഫ്രസ്ട്രേറ്റഡ് ആവും. കാരണം ചൂട് കാരണം എനിക്ക് ഇരുന്ന് ക്ലാസ് ശരിയായ രീതിയിൽ നല്ലൊരു ഔട്ട്കം പ്രൊവൈഡ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റാതെ. സോ ദാറ്റ് ക്ലൈമറ്റ്, ചൂടായാലും മഴയായാലും തണുപ്പായാലും എന്നെ അത് ബാധിക്കുന്നുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. വെൽനസ് മോഡൽസ് ആൻഡ് ഡയമെൻഷൻസ്. ഫസ്റ്റ് വൺ ഫിസിക്കൽ വെൽനസ് ആണ്. അപ്പൊ നമ്മള് ഫിസിക്കൽ ഫിറ്റ്നസിനുള്ള കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ഫിസിക്കലി നമ്മളുടെ ഹെൽത്ത് നമുക്ക് എങ്ങനെ കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അല്ലെ. അപ്പൊ ഫിസിക്കൽ വെൽനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം,
നമ്മളുടെ ശരീരത്തിന് കൊടുക്കുന്ന റെസ്റ്റ് ഇതെല്ലാമായിട്ട് കണക്റ്റഡ് ആണ്. ഇതെല്ലാം ഫിസിക്കൽ വെൽനെസിന്റെ ഫാക്ടേഴ്സ് ആണ്, കമ്പണൻസ് ആണ്. നമ്മൾ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ നമ്മളുടെ ശരീരത്തിന് ചേരുന്ന രീതിയിൽ ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആകുന്നു, നമ്മൾ നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്യുന്നു, ശരിയായ ഉറക്കം, ഇതെല്ലാം നമ്മളുടെ ഫിസിക്കൽ വെൽനെസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. ഇനി നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കുന്നു, അങ്ങനെയൊക്കെ കഴിക്കുമ്പോഴേക്കും വളരെ അസ്വസ്ഥമാകുന്നു, നമ്മുടെ ബോഡി വല്ലാണ്ട്, ബോഡിക്ക് അത്രയും പണിയെടുക്കണം ഈ കഴിച്ച ജങ്ക് മുഴുവനും ഡൈജസ്റ്റ് ചെയ്യാനായിട്ട്. ബോഡിക്ക് അതിനുള്ള ഒരു കേപ്പബിലിറ്റി കിട്ടാതെ വരും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പല അസുഖങ്ങൾ വരും. നമുക്ക് ഒബിസിറ്റി, അമിതവണ്ണം ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ശരിയായ രീതിയിൽ ഉറങ്ങിയില്ലെങ്കിൽ അപ്പോഴും നമ്മുടെ ബ്രെയിൻ ഒക്കെ വീക്ക് ആവും. നമ്മൾ നല്ല ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ നല്ല ഹെൽത്തി ആകുന്നത്. പിന്നെ പ്രോപ്പർ ആയിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഡൈജഷൻ ശരിയായി നടക്കില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും വരും. അതൊക്കെ നമ്മളുടെ ഫിസിക്കൽ വെൽനെസ്സിനെ ബാധിക്കും. അതിന്റെ മെയിൻ കമ്പണൻസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ്, അത് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റി, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, സ്ലീപ്പ്, റെസ്റ്റ്, ഉറക്കം. ഇപ്പം പറയുന്നതൊന്ന് കാണിക്കാൻ പറ്റുമോ? നിങ്ങളുടെ PDF-ലുള്ളതല്ല, ഇതിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടില്ലേ? കിട്ടിയില്ല മാം. കിട്ടിയില്ല? സാധാരണ ഞാൻ ക്ലാസ് എടുത്താണ് ഈ ലിങ്ക് ഷെയർ ചെയ്യാറ്. പക്ഷെ ഞാനത് ആദ്യം നിങ്ങൾക്ക് തരണം ഞാൻ പറഞ്ഞത്. ഞാനൊന്ന് റിമൈൻഡ് ചെയ്യും കേട്ടോ. ക്ലാസ് നടക്കുന്നതിനിടയ്ക്ക് ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു, വിട്ടുപോയതായിരിക്കാം. ചിലപ്പോ വന്നിട്ടുണ്ടാവും, കാണാത്തതാണോ? ക്ലാസ് റൂമിലുണ്ട് മിസ്സേ. ക്ലാസ് റൂമിലുണ്ട്. പെട്ടെന്ന് തന്നെ രാഖി അത് അപ്പൊ തന്നെ ചെയ്യുന്നതാ. ടെക്നിക്കൽ സപ്പോർട്ടാണ് രാഖി അത് ചെയ്യുമല്ലോ. നോക്കൂ, ക്ലാസ് റൂമിൽ നോക്കൂ, കൺസെപ്റ്റ് ഓഫ് വെൽനെസ് എന്ന് പറഞ്ഞ ലിങ്ക് വന്നിട്ടുണ്ടാവും. ലിങ്ക് ഓപ്പൺ ചെയ്യണം കേട്ടോ, അത് PDF അല്ല. ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് മാത്രമാണോ വോയിസ് ഇടയ്ക്ക് ഫ്ലോ ആകുന്നത്? ഓക്കെ, വോയിസ് ക്ലിയർ അല്ല? ഇടക്ക് ഫ്ലോപ്പ് ആവുന്നു മാം. ലിപ്പ് അനങ്ങനെ മാത്രമേ ഉള്ളൂ, വോയിസ് കേൾക്കുന്നില്ല. വോയിസ് കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കുന്നുണ്ട്, ഇടക്ക്. നെറ്റ്വർക്ക് അതായത് മഴ പെയ്യുമ്പോ അത് പണിയാണല്ലോ, കേബിളിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമായിരിക്കും. ഓക്കെ, ക്ലാസ് റൂമിൽ കിടക്കണതല്ലേ? അതെ, അത് തന്നെയാണ്. ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലേ? ആരാണ്? ക്ലാസ്സിലാണ് വേണോ? മമ്മിയുടെ കൂടെ ഇരുന്ന് നമ്മുടെ ക്ലാസ്സിൽ കുഞ്ഞുങ്ങളുള്ളത് നല്ലതാട്ടോ. നമുക്ക് അവരുടെ കുറെ ആക്ടിവിറ്റീസ്, കുട്ടികളൊക്കെ പ്രെയർ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള കുട്ടികളുണ്ടെങ്കിൽ പ്രെയർ ഒക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം. ഈ ഒരു ടൈമില് എല്ലാവരുടെയും കുട്ടികൾ ഉണ്ടാവണമെന്നില്ല, സ്കൂളിൽ പോകുന്നവർക്ക് ഉണ്ടാവും അല്ലെ? സോ ഓക്കെ, അപ്പൊ നമ്മള് എന്തായിരുന്നു പറഞ്ഞു? ഓക്കെ, ഫിസിക്കൽ വെൽനെസ് അതായിരുന്നു. ഞാനത് ബ്രീഫ് ചെയ്താ പറയുന്നത്, കാരണം കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം വായിച്ച് മനസ്സിലായത് ഒരു നോട്ട് പോലെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഓക്കെ, കാരണം ഈ ലിങ്ക് അങ്ങനെ നോക്കി വായിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ. ഫോണിലൊക്കെ നോക്കുക അങ്ങനെ കണ്ണിന് പ്രശ്നമാക്കി. അപ്പൊ നോക്കിയിട്ട് അത്യാവശ്യം വേണ്ടുന്ന പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്ത് വെച്ച് മനസ്സിലാകുന്ന രീതിയിൽ നോട്ട് ചെയ്ത് വെച്ചു. ഇനി ബോഡിയുടെ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നതിനാ നമ്മുടെ വെയിറ്റ് മാനേജ് ചെയ്യാൻ BMI എന്നൊരു കാര്യമുണ്ടല്ലേ. എന്റെ മോള് പ്ലസ് ടു കഴിഞ്ഞു. പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഏവിയേഷൻ കോഴ്സ് ചെയ്യാനായിട്ട് താല്പര്യം, പൈലറ്റ് ആയിട്ട് പോവാൻ വേണ്ടിയിട്ട്. കുറെ കടപ്പകളുണ്ട്, മെഡിക്കൽ എക്സാമിനേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തിയറിക്ക് മുമ്പ് നടന്ന മെഡിക്കൽ എക്സാമിനേഷനിൽ BMI, ബോഡി മാസ് ഇൻഡെക്സ് നോക്കുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മുടെ ഹൈറ്റ് വെയിറ്റിന്റെ ഒരു പ്രൊപ്പോർഷണാലിറ്റി. മോളുടെ കൂടെ എന്റെ സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി കൂടെ ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടിയാണ്. ഇവര് രണ്ടുപേരും കൂടിയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചത്. പക്ഷെ ആ കുട്ടിക്ക് ഹൈറ്റ് കുറവായത് കാരണം BMI അതിന് ശരിയായി വന്നില്ല. മീൻസ് ഈ ഒരു കോഴ്സിന് വേണ്ടുന്ന രീതിയിലുള്ള ഒരു പ്രൊപ്പോർഷണാലിറ്റിയിൽ വരുന്ന വാല്യൂ വന്നില്ല. അപ്പൊ അതാണ്. അപ്പം ഹൈറ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. 18 വയസ്സ് കഴിഞ്ഞാൽ ഹൈറ്റ് കൂടാനൊന്നും തോന്നില്ല. അങ്ങനെ ആ കുട്ടിക്ക് അത് ഡ്രോപ്പ് ചെയ്യേണ്ട വന്നു. ഭയങ്കര ഡിസപ്പോയിന്റഡ് ഒക്കെ ആയിട്ട് നമ്മള് ഈ ഒരു
നമ്മുടെ വെയിറ്റും കൂടുതലാണ്, വെയിറ്റും ഓവർ വെയിറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ അണ്ടർ വെയിറ്റ് ആണെങ്കിലും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. നമ്മളെ പലതിലും നമ്മൾ അൺഫിറ്റ് ആയിട്ട് പോകും. ഓക്കെ, ഫിസിക്കൽ നമ്മുടെ ഈ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ ഡയറ്റ്, വെയിറ്റ് മാനേജ്മെന്റ്, അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ നമ്മൾ സബ്സ്റ്റൻസ് യൂസ് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ദാറ്റ് വിൽ അഫക്ട് അവർ ഹെൽത്ത്. ടുബാക്കോ യൂസ്, സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അങ്ങനെയുള്ള ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ഫിസിക്കൽ വെൽനെസ്സിനെ നെഗറ്റീവായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഫിസിക്കൽ വെൽനെസ് ഇംപ്രൂവ് ചെയ്യുക, നമ്മൾ പോസിറ്റീവായിട്ട് നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് നല്ല രീതിയിൽ ആ ഒരു കൺസേൺ വേണം. നമ്മളുടെ ശരീരത്തിന് ദോഷമാകുന്നതൊന്നും നമ്മൾ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. ശരീരമായാലും മനസ്സായാലും കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് നമ്മള് ഒരു ബോട്ടിലില് നല്ല ക്ലീൻ വാട്ടർ നമ്മൾ സ്കൂളിലേക്ക് കൊടുത്തു വിടും അല്ലെ? കാരണം അവര് മോശമായതൊന്നും കുടിച്ച് അവർക്ക് അവരുടെ ആരോഗ്യം മോശമായെങ്കിൽ പോകരുത് എന്നുള്ള നമ്മളുടെ കെയർ കൊണ്ടും കൺസേൺ കൊണ്ടുമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ശരീരത്തിനകത്തേക്ക് മോശമായിട്ടുള്ളതൊന്നും കയറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. അത് ഫുഡ് ആണെങ്കിലും അവർക്ക് നല്ല നല്ല ഭക്ഷണം നമ്മൾ വീട്ടിൽ തന്നെ ഹൈജീനായിട്ട് കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. വൺസിനെ വയലൊക്കെ അത്രയും നമുക്ക് ഉറപ്പുള്ള നല്ല സ്ഥലങ്ങളിൽ നിന്ന് കഴിക്കുമായിരിക്കും. എന്നാലും നമ്മൾ കുട്ടികൾക്ക്, നമ്മുടെ ഫാമിലിയിലുള്ള മറ്റുള്ളവർക്കും നല്ല ഭക്ഷണം പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലേ? നമ്മളും അത് കഴിക്കുക തന്നെ വേണം. അങ്ങനെ തന്നെ ഇതെല്ലാം നമ്മളുടെ ഫിസിക്കൽ വെൽനെസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. സെക്കൻഡ് വൺ, ഇമോഷണൽ വെൽനെസ്. പല രീതിയിലുള്ള ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കറങ്ങി മറിയുന്നുണ്ട് അല്ലെ? വാട്ട് എവർ ഇറ്റ് ബി, നമുക്കറിയാം എല്ലാവരുടെയും ലൈഫിൽ എപ്പോഴും ഹാപ്പിനെസ് ഒന്നുമല്ല. അപ്പ് ആൻഡ് ഡൗൺസ് സംഭവിച്ചുകൊണ്ടിരിക്കും, ലോസ് സംഭവിക്കും. ഇപ്പൊ ജോലി നഷ്ടപ്പെടാം, ആവറേജ് ജോലി എത്ര പ്രിപ്പയർ ചെയ്തിട്ടും കിട്ടിയില്ല. നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതി, പക്ഷെ ഉദ്ദേശിച്ച രീതിയിൽ എക്സാം എഴുതാനോ മാർക്ക് കിട്ടുകയോ ചെയ്തില്ല. അതൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഡൗൺ ആയിട്ട് പോകുന്ന അവസ്ഥയാണ്. പക്ഷെ വട്ട് എവർ ഇറ്റ് ബി, നമ്മൾക്ക് ഉണ്ടാകുന്ന ഈ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ സ്ട്രെസ്, ടെൻഷൻ, ആൻസൈറ്റി, ഇതിനെയെല്ലാം നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അതിനെ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. ദാറ്റ് ഇസ് ഇമോഷണൽ വെൽനെസ്. സംടൈംസ് നമുക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ ക്ലോസ് എന്ന് തോന്നുന്ന ഒരാള്, നമ്മളായിട്ട് തന്നെ മനസ്സിലാക്കുന്ന ഒരാള്, അവരോട് നമ്മൾ ഷെയർ ചെയ്യും അല്ലെ? പലപ്പോഴും അവരോട് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് പറയില്ലേ, ഒരു ഭാരം ഇറക്കി വെച്ച പോലെയായി. ഇത്രയും നാള് ഞാൻ നെഞ്ചിൽ എന്തോ കല്ലെടുത്ത് വെച്ച പോലെ നടക്കായിരുന്നു, അല്ലെങ്കിൽ തലയിൽ കല്ലെടുത്ത് വെച്ച പോലെ നടക്കായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയും. അപ്പൊ അങ്ങനെ നമുക്കൊരു ആള് നമ്മളുടെ വീട്ടില് നമുക്ക് സന്തോഷത്തോടുകൂടി കയറി ചെല്ലാൻ പറ്റുന്ന ഒരു റൂം ഉള്ളത് പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു വ്യക്തി, ഒരാളെങ്കിലും നമുക്ക് ഉണ്ടാവുക. അതൊക്കെ ചിലർക്ക് അതൊരു ഇമാജിനറി കൺസെപ്റ്റിൽ വരുന്ന ഗോഡായിരിക്കാം, ചിലർക്ക് നല്ലൊരു സുഹൃത്തായിരിക്കാം, ചിലർക്ക് ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം, ചിലർക്ക് സുഹൃത്തിനെ പോലെ വരുന്ന അമ്മയായിരിക്കാം, അല്ലെങ്കിൽ സിസ്റ്റർ ആയിരിക്കാം, കസിൻ ആയിരിക്കാം, ആരൊക്കെ ആയിരിക്കാം. ചില ആളുകൾക്ക് അത് മക്കളായിരിക്കാം. അപ്പം ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്നത് എന്റെ മോളോടാട്ടോ. അങ്ങനെ അങ്ങനെ ഒരു സ്പേസ് ഞങ്ങൾ തമ്മിലുണ്ട്. അപ്പൊ അവളും എല്ലാം എന്നോട് തന്നെ പറയും. നമുക്കൊരു ഒരു ഹാപ്പിനെസ് ആണെങ്കിലും നമ്മൾ പറയും. അവൾ ഇവിടെ ഇല്ല, ഡൽഹിയിലാണ്, അവിടെ പഠിക്കുന്നത്. ഒരു കുഞ്ഞ് ഭംഗിയുള്ള ഒരു കമ്മല് വാങ്ങിയാൽ അപ്പൊ തന്നെ അവൾ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നെ അത് കാണിച്ചു. ഇറ്റ്സ് ലൈക്ക് അങ്ങനെയാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ ടു ഗുഡ്. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെ ഒരാളുണ്ടാവട്ടെ. അപ്പൊ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ പെട്ടെന്ന് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് പരിചയമുള്ളൊരു സാറ് പ്രൊഫസറാണ് കേട്ടോ. ട്രിവാൻഡ്രത്ത് ഒരു കോളേജിൽ ഒരു പ്രൊഫസറാണ്. അപ്പൊ സാറിനെ പരിചയമുണ്ട് എനിക്ക്, ചില ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോയിട്ട്. സാറിന്റെ ഒരു കാര്യം, സാറിന്റെ ലൈഫിലുണ്ടായ ഒരു വളരെ ദുഃഖകരമായ ഒരു കാര്യം പറയുക. സാറിന്റെ ഒരു മോള് 3 വയസ്സുള്ളപ്പോ മരിച്ചുപോയി. നമുക്ക് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു അത്. സുഖമില്ലാതെ വന്ന് കുട്ടി പോയതാണ്. സാറിങ്ങനെ പറയും, അവരെ സംബന്ധിച്ച് മെയിലിന്റെ പ്രത്യേകത എന്താ, അവരിങ്ങനെ സപ്രസ് ചെയ്യും, അവർക്കിതിങ്ങനെ പുറത്തേക്ക് കാണിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ സാറിന്റെ കൺസേൺ ആയിരുന്നു വൈഫിനെ കുറിച്ച്. കാരണം ഒരമ്മ സഹിക്കുന്നതിനെ പറ്റി സാറിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാറിനോട് ആശ്വസിപ്പിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഇരുന്നു. അന്നത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസമായപ്പോ സാറിന്റെ വൈഫ് സാറിന് പറയാണ്, ആരാന്ന് എനിക്കറിയില്ല, കാരണം ഒന്നും കാണുന്നില്ല. അതുപോലത്തെ വല്ലാത്തൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയല്ലേ. വന്നിട്ട് എന്റെ കയ്യിൽ പിടിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല, എന്നെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചു. അപ്പൊ പെട്ടെന്ന് എന്റെ വൈഫ് ആ പിടിയൊന്നും മുറുക്കിയിട്ട് പൊട്ടിക്കരഞ്ഞു. അങ്ങനെ ഫുൾ
സങ്കടം മുഴുവനും ആ കരച്ചിലൂടെ അവരങ്ങ് വെന്റിലേറ്റ് ചെയ്തു. അപ്പൊ ആ വ്യക്തിയുടെ ഒരു ടച്ച് ആൾക്ക് ഭയങ്കരമായിട്ട് ആശ്വാസം നൽകിയെന്നാണ് പറയുന്നത്. നഷ്ടം തന്നെയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഉള്ളിൽ അടക്കി പിടിച്ച സങ്കടം മുഴുവൻ പുറത്തേക്ക് ഒഴുക്കാനായിട്ട് ആ ഒരു ടച്ച് അവരെ ഹെൽപ്പ് ചെയ്തു. അന്നാളൊന്നും സംസാരിച്ചില്ല, പക്ഷെ ഇവരുടെ കയ്യില് പതുക്കെ തൊട്ടു എന്നാണ് അവര് പറഞ്ഞത്. സാറ് പറയാണ്, നമുക്ക് അങ്ങനെ വരുന്ന ഇമോഷൻസിനെ, നമുക്ക് സ്ട്രെസ്സിനെ, നമ്മുടെ സങ്കടങ്ങളെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് അങ്ങനെ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്നുള്ളത് പറയുക. നമ്മുടെ കപ്പാസിറ്റി സക്സസ്ഫുള്ളി നമുക്ക് ലൈഫിൽ വരുന്ന പ്രഷർ, സ്ട്രെസ്, അതിനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുക, ആ വന്ന മാറ്റവുമായിട്ട് അഡാപ്റ്റഡ് ആകുക, പൊരുത്തപ്പെട്ടു പോവുക. എത്ര ടഫ് സർക്കംസ്റ്റാൻസസ് ആണെങ്കിലും അതുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റുക. ഇതാണ് ഇമോഷണൽ വെൽനെസ് എന്ന് പറയുന്നത്. ഇപ്പം കുട്ടികൾക്ക് കേട്ടോ ഈ അവർക്ക് പെട്ടെന്ന് ഇത് മാനേജ് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് നമ്മളുടെ മക്കളായിട്ടും നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുമായിട്ട് എപ്പോഴും ആ ഒരു സ്പേസ് നമ്മൾ വയ്ക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം അവരുടെ മനസ്സിലൂടെ ഒത്തിരി ഇമോഷൻസ് പോകും. പ്രത്യേകിച്ച് കൗമാര കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ, അഡോളസൻസ് ഏജിലേക്ക് വരുമ്പോഴേക്കും ഇവർക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരിക്കും. പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും. പെൺകുട്ടികളുടെ സമൂഹവും മാനേജ് ചെയ്യാൻ പറ്റും. കാരണം ഒരു മെൻസ്ട്രേഷൻ എന്നൊരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും വീട്ടില് അമ്മയുടെ കാര്യം അവർക്ക് അറിയായിരിക്കും, അല്ലെങ്കിൽ ചേച്ചി ഉണ്ടെങ്കിൽ ചേച്ചിയുടെ കാര്യം അറിയായിരിക്കും, കസിൻസ് ഉണ്ടെങ്കിൽ. അതുകൊണ്ട് ഇവിടുത്തെ എന്താണ്, പിന്നെ സ്കൂളിലും അവർക്കൊരു അവയർനെസ് കിട്ടുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതുപോലെ തന്നെ ബോഡിയിൽ ചേഞ്ചസ് ആൺകുട്ടികൾക്ക് അവർക്ക് മനസ്സിലാകുന്നില്ല, കൺഫ്യൂഷൻ വരുന്നു. എങ്ങനെയാണിത്, എന്താ ഇതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അവർക്ക് ശരിയായ ഒരു അവയർനെസ് കൊടുക്കാണ്ട് വരുമ്പോ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു റോങ് വഴിയിലേക്കൊക്കെ അവർ പോകും. ചിലപ്പോൾ ഇവരുടെ ഫ്രണ്ട്സിനോടായിരിക്കും ചോദിക്കുന്നത്, അവർ കൊടുക്കുന്ന അവയർനെസ് ചിലപ്പോൾ ശരിയാകണമെങ്കിൽ, അല്ലെങ്കിൽ തൊട്ട് എൽഡർ ആയിട്ടുള്ള ഗ്രൂപ്പുമായിട്ട് ചിലപ്പോൾ കണക്ഷൻ ഉണ്ടാവും. അവരൊക്കെ ചിലപ്പോൾ ഇതിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് റോങ് സോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. കാരണം ഇപ്പൊ ഡിജിറ്റൽ വേൾഡ് ഒത്തിരി ഡെവലപ്പ് ചെയ്തിരിക്കുകയാണല്ലോ. ആ ഡെവലപ്മെന്റ് തന്നെ പലപ്പോഴും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവർ അതിനകത്തൊക്കെ കയറി ഇറങ്ങി ഓരോന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, സോ ഇമോഷൻസിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം, ഈസിലി മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. മാനേജ് ചെയ്യാതെ പറ്റാതെ വരുന്ന സമയത്താണ് നമുക്കറിയാം, നമ്മൾ സ്ഥിരം കാണുന്ന ഒരാള് പെട്ടെന്ന് ഒരു ദിവസം കാണുമ്പോൾ ആള് ഭയങ്കര മൂഡിയായിട്ട് ഡൗൺ ആയിട്ട് നമുക്ക് തോന്നും. ആളുടെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു ടെൻഷൻ ഉണ്ട്. നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരാളാവുമ്പോൾ നമ്മൾ ചോദിക്കാൻ പറ്റി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ. പിന്നെ ഫോണിൽ സംസാരിക്കുമ്പോൾ ശബ്ദത്തിലെ വ്യത്യാസം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതാണ് ഇപ്പൊ നമ്മൾ ചോദിക്കുക, എന്ത് പറ്റി ശബ്ദം വല്ലാതിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊരു ചിലപ്പോൾ ആ ഒരു ചോദ്യം കേൾക്കുമ്പോഴേക്കും അവര് ചിലപ്പോൾ ഓപ്പണപ്പ് ആവും. അപ്പൊ നമുക്കത് അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും, അവരുടെ ആ ഒരു സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മളുടെ ആ ഒരു സ്റ്റെബിലിറ്റിയാണ്, മൂഡ് സെൻസ് ഉണ്ടാവും. ഇപ്പോ പല പേഴ്സണൽ കാര്യങ്ങളും പലർക്കും ഉണ്ടാവും. അപ്പൊ ഞാനിപ്പോ ക്ലാസ്സിലേക്ക് വരുന്നു, ചിലപ്പോൾ എന്തെങ്കിലും ഒരു സ്ട്രെസ് ആയിട്ടായിരിക്കും, പക്ഷെ സംഹൗ ഐ ഹാവ് ടു സ്റ്റെബിലൈസ്. എന്റെ ആ മൂഡ് ചേഞ്ച് എനിക്ക് സ്റ്റെബിലൈസ് ചെയ്യണം. എനിക്ക് ക്ലാസ്സിൽ വരുമ്പോഴേക്കും അതിന്റെ ഒരു റിഫ്ലക്ഷൻ ക്ലാസ്സും അന്നത്തെ ക്ലാസ്സിൽ മുഴുവൻ കാണുമല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ മൂഡ് സിങ്സ് അതിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് പറ്റണം. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് അതേഴ്സ്, മറ്റുള്ളവരുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ്. നമുക്കൊരു ദേഷ്യം അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ വരുമ്പോൾ ബാക്കിയുള്ളവരുടെ അടുത്ത് പെരുമാറുക എന്നുള്ളതല്ല, പോസിറ്റീവായിട്ട് മറ്റുള്ളവരോട് പെരുമാറുക. സ്ട്രെസ്സുമായിട്ട് നമുക്ക് കോപ്പപ്പ് ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ് ഇസ് ഇമോഷണൽ വെൽനെസ്. അപ്പൊ നമ്മൾ ഫിസിക്കൽ വെൽനെസ്സും ഇമോഷണൽ വെൽനെസ്സും പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് സോഷ്യൽ വെൽനെസ്. സോഷ്യൽ വെൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ മറ്റാളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതാണ്. നമ്മളൊരു സോഷ്യൽ ബീയിങ് ആണ്, സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് അല്ലെ. നമുക്ക് ഒറ്റയ്ക്കൊന്നും ജീവിക്കാനായിട്ട് പറ്റില്ല. അപ്പോ പലപ്പോഴും പല കാര്യങ്ങൾക്കും പലരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും, പലരെയും കേൾക്കേണ്ടതായിട്ട് വരും. സോ ആ ഒരു ഇൻഡിവിജ്വൽ മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റും. ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന പല ആളുകളുണ്ടാവും, കൊളീഗ്സ്. അപ്പൊ അവരുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യേണ്ടതായിട്ട് ചിലപ്പോൾ ചിലരുടെ രീതികൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ ഡോണ്ട് എക്സ്പ്രസ് ദാറ്റ്, അതൊരു നെഗറ്റീവ് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാതെ ആയിരിക്കാം. അവരെങ്ങനെയാണ്, സോ അവരെ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക. അവരത് മാറണം എന്നുള്ളത് അവര് തന്നെ വിചാരിക്കണം അല്ലെ. നമ്മള് ഓക്കെ, അപ്പൊ അത് സൊസൈറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരാളാണ് നമ്മള്. അപ്പൊ അതിനനുസരിച്ച് നമ്മളുടെ രീതികൾ, അത് സോഷ്യൽ ആക്സെപ്റ്റൻസ്, മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുക, അവരെങ്ങനെയാണോ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുക.
സോഷ്യൽ ആക്ച്വലൈസേഷൻ, നമ്മുടെ ഒരു പോസിറ്റീവ് കംഫർട്ട് ലെവൽ വിത്ത് ദാറ്റ് സൊസൈറ്റി. ഇപ്പൊ നല്ലൊരു സൊസൈറ്റിയിലല്ല നമ്മൾ ജീവിക്കുന്നത്, ഒട്ടും കംഫർട്ടബിൾ അല്ലെങ്കിൽ ആളുകൾ വീടൊക്കെ മാറിപ്പോകില്ലേ, കുറച്ചുകൂടെ ഒക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക്. സോഷ്യൽ കോൺട്രിബ്യൂഷൻ, ഈ സൊസൈറ്റിക്ക് നമ്മളുടേതായ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ. കാരണം നമ്മൾ മദർ നേച്ചറിൽ നിന്ന് എല്ലാ റിസോഴ്സസും നമ്മൾ എടുക്കുക, അപ്പൊ തിരിച്ച് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണല്ലോ. സോ ദാറ്റ് ഇസ് ഒരു സോഷ്യൽ കോൺട്രിബ്യൂഷൻ തന്നെയാണ്. പിന്നെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് നമ്മൾ, അത് ഒരു ചിന്ത നമുക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഇന്റലക്ച്വൽ വെൽനസ്. ഇന്റലക്ച്വൽ വെൽനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റഡ് വിത്ത് നമ്മളുടെ നോളജ്. നമ്മൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിനെ നമ്മൾ അനലൈസ് ചെയ്ത് അതിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി നമ്മൾ ആ ഇൻഫർമേഷനെ ഒരു നോളജ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കും, അല്ലെ? അപ്പൊ നമ്മൾക്ക് ശരി തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾക്ക് ഒരു പർട്ടിക്കുലർ സ്കിൽ ഉണ്ടാകും, ആ സ്കില്ലിൽ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത് നമ്മൾക്ക് അറിയാവുന്ന നമ്മൾ തന്നെ യൂസ് ചെയ്യുക എന്നുള്ളതല്ല, നമ്മൾക്കറിയാവുന്ന അറിവ് മറ്റുള്ളവർക്കും കൂടെ പകർന്നു കൊടുക്കുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആകുന്നത്. ആ ഒരു നമ്മളുടെ ആ ഒരു പൊട്ടൻഷ്യൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാം. നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ്, നമ്മൾ ഗിഫ്റ്റഡ് ആയിരിക്കും ചിലപ്പോൾ ആ ഒരു കഴിവില്, ആ ഒരു പൊട്ടൻഷ്യൽ, ആ ഒരു സ്കില്ല് അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് പ്രോബ്ലം സോൾവിങ്, ഇന്റലക്ച്വൽ വെൽനസ് ഉള്ള, അതായത് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരാൾക്ക് അയാൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ സോർട്ട് ചെയ്യാനും അതിനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഒരു സൊസൈറ്റിയിൽ വാട്ടർ സ്കേഴ്സിറ്റി വരുന്നു, നമ്മൾ ജീവിക്കുന്ന ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന കുറെ ആളുകൾ കുടുംബങ്ങൾ ചേരുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാകുമ്പോൾ ഒരു പ്രശ്നം വരുന്നു. അപ്പൊ എല്ലാവരും കൂടെ ചേർന്ന് അതിനെപ്പറ്റി നല്ലൊരു അവയർനെസ് വരുന്ന ഒരാൾക്ക് അത് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ സ്കേഴ്സിറ്റി അത് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും പല കാര്യങ്ങളും. ഇപ്പോ അവിടെ ഭയങ്കരമായിട്ടും ഈ കള്ളന്റെ ശല്യമുണ്ട് അല്ലെങ്കിൽ നായികളുടെ ശല്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ബുദ്ധിപരമായിട്ടൊക്കെ ചിന്തിച്ച് പറയാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതൊക്കെ ശരിക്കും ഇന്റലക്ച്വൽ വെൽനസിന്റെ ഒപ്പം തന്നെ സോഷ്യൽ കോൺട്രിബ്യൂഷനും കൂടിയാണ് അല്ലെ, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് സ്പിരിച്വൽ വെൽനസ്. സോ നമ്മൾ ഫിസിക്കൽ വെൽനസ് പറഞ്ഞു, ഇമോഷണൽ വെൽനസ് പറഞ്ഞു, ഇന്റലക്ച്വൽ വെൽനസ് പറഞ്ഞു അല്ലെ. ഇനി സ്പിരിച്വൽ വെൽനസ്. എന്തായിരിക്കും സ്പിരിച്വൽ വെൽനസ്? ദൈവികമായിട്ടുള്ളതാണോ? ദൈവികമായിട്ട് വരിക എന്നുള്ളത്. ഓക്കെ, സോ അതായത് നമ്മൾക്കറിയാം ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ഉണ്ട്, അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയുന്നവരും ഉണ്ട് അല്ലെ. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാകുമ്പം നമുക്കറിയാം, ഞാൻ രാവിലെ എണീറ്റ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ആ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്കിതൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്. സോ ഹീസ് വാച്ചിങ് മീ, ഹീസ് കൺട്രോളിങ് മീ, എനിക്ക് നല്ലത് ചെയ്യാനായിട്ട് ഗൈഡൻസ് തരുന്നു, തെറ്റായ രീതിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നില്ല. ഇതൊക്കെ അങ്ങനെ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ വിചാരിക്കും അല്ലെ. പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കാത്തവര് ദൈവമില്ല എന്ന് പറഞ്ഞാലും അവരും സമ്മതിക്കും സം ഫോഴ്സ് ഈസ് കൺട്രോളിങ് അസ്. എന്തോ ഒരു ഫോഴ്സ് ഉണ്ടാവും, സയന്റിഫിക് ആയിട്ടായിരിക്കും ചിന്തിക്കുക. എന്തോ ഒരു ഫോഴ്സ് ഉണ്ടാവും, ഫോഴ്സ് ആണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നതും നേരം വെളുക്കുന്നതും സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും നമുക്ക് വെളിച്ചം കിട്ടുന്നതും മഴ കിട്ടുന്നതും വെള്ളം കിട്ടുന്നതും എല്ലാം അങ്ങനെ ഒരു ഫോഴ്സ് ഉള്ളത് കൊണ്ടാണെന്ന് അവരും പറയും. അപ്പൊ ഒരു സ്പിരിച്വൽ വെൽനസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മളുടെ എക്സിസ്റ്റൻസിനെ പറ്റി നമുക്കൊരു ബോധം ഉണ്ടായിരിക്കുക. ആ ഒരു നാച്ചുറൽ ഫോഴ്സസ് നമ്മുടെ യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മളെല്ലാരും ഇങ്ങനെ ജീവിക്കുന്നത് എന്നുള്ള ഒരു ഇത്. അപ്പൊ പലപ്പോഴും ഈ സ്പിരിച്വൽ വെൽനസിന്റെ കാര്യം വരുമ്പോൾ വാല്യൂസ്, നല്ല മോറൽ വാല്യൂസ് അല്ലെ, ഗുഡ് വാല്യൂസ്, മോറൽ വാല്യൂസ് നമ്മളിലേക്ക് പകർന്നു വന്നത് നമ്മൾ ചെറുപ്പത്തില് നമ്മുടെ വീട്ടിലെ പല ആളുകളും പല റിലീജിയസ് ബിലീഫിലുള്ളതായിരിക്കും. ആ ഒരു റിലീജിയസ് ബിലീഫും ഉണ്ട്. പിന്നെ ട്രഡീഷൻസ്, നമ്മൾ ചെറുപ്പം തുടങ്ങിയ നമ്മൾ കണ്ടുവരുന്ന നമ്മുടെ വീട്ടിൽ ഫോളോ ചെയ്യുന്ന ചില ട്രഡീഷൻസ് ഉണ്ടായിരിക്കും. ഇതെല്ലാം നമ്മളുടെ ഉള്ളില് നല്ല മോറൽ വാല്യൂസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ആ ഒരു സ്പിരിച്വൽ വാല്യൂസ്, ആ മോറൽ വാല്യൂസ്, കുട്ടികൾ പരസ്പരം സ്നേഹിക്കുന്നു, പരസ്പരം റെസ്പെക്ട് ചെയ്യുന്നു, എംപതി കാണിക്കുന്നു,
നമുക്കറിയാം നൗഡേയ്സ്, പണ്ട് നമ്മുടെ കാലഘട്ടത്തിലൊന്നും ഇല്ലെങ്കിലും ഇപ്പോഴൊക്കെ എല്ലാവരും എല്ലാ ആഘോഷങ്ങളും അല്ലെ, സ്കൂളുകളിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും എല്ലാ ആഘോഷങ്ങളും പെരുന്നാളുകളും ഉത്സവങ്ങളും ഒരുമിച്ച് ആഘോഷിക്കുന്നുണ്ട്. എല്ലാ റിലീജിയനും അത് തന്നെയാണ് പറയുന്നത്. അവരൊക്കെ എയിം ചെയ്യുന്നത് വളരെ പീസ്, ഹാർമണി, സന്തോഷം, സമാധാനം, പിന്നെ ബ്രദർഹുഡ്, സഹോദര്യം, ഇതൊക്കെയാണ് എല്ലാ മതങ്ങളുടെയും ഒരു അന്തസത്ത എന്ന് പറയുന്നത്. അവർ എയിം ചെയ്യുന്നത് അതാണ്. മറിയ മോണ്ടിസോറിയും അത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒക്കെ അല്ലാണ്ട് ഒരാളെ ഉപദ്രവിക്കണമെന്നോ അവരല്ല ടോപ്പ് നമ്മളാണ് ടോപ്പ് ആ രീതിയിലൊന്നും ഒരിക്കലും ഒരു മതഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടില്ല. ആൾക്കാരെ വളച്ചൊടിച്ച് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് അവർ ഏതൊക്കെ സാഹചര്യങ്ങളിൽ നിന്ന് വന്നാലും സ്കൂളിൽ അവര് കഴിയുമ്പോൾ വളരെ സ്നേഹത്തോടെ വളരെ പറയാ ഒരുമിച്ചാണ്, ഒത്തൊരുമയോടുകൂടിയാണല്ലോ കഴിയുന്നത്. അവരുടെ സ്പിരിച്വൽ വാല്യൂസ് ആണ്. അത് ആ ഒരു ബിലീഫ്, ഒരു ശക്തിയിൽ നമ്മൾ വിശ്വസിക്കുന്നു. സംതിങ് ഇസ് കൺട്രോളിങ് us, some force is there. അതുകൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നത് എന്നുള്ളത്. നെക്സ്റ്റ് ഒക്കുപേഷണൽ വെൽനസ്. ജോബ് എല്ലാവരുടെയും ഒരു ഡ്രീം ആണ് അല്ലെ. ആ ഡ്രീമിനെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നത്. നമ്മളുടെ പാഷൻ, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പൊ അത് ചോയ്സ് ഓഫ് പ്രൊഫഷൻ. ചില ആളുകള് ഒരു പ്രൊഫഷനിലേക്ക് പോകണം എന്നുള്ള ഉദ്ദേശത്തിൽ പലപ്പോഴും കോഴ്സ് അതിനനുസരിച്ച് സെലക്ട് ചെയ്ത് അങ്ങനെ എയിം വെച്ചിട്ട് പോകും. അപ്പൊ ആ ഒരു പ്രൊഫഷന്റെ ചോയ്സ്, അതുപോലെ തന്നെ ജോബ് സാറ്റിസ്ഫാക്ഷൻ, പിന്നെ കരിയർ അംബീഷൻ, പിന്നെ ആ ഒരു ജോലിയിലായിട്ട് പേഴ്സണൽ പെർഫോമൻസ്, നമ്മളുടെ പെർഫോമൻസ്, ഇതെല്ലാം ഇതിന്റെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്യുപേഷണൽ വെൽനസ് എന്ന് പറയുന്നത് നമ്മൾക്ക് അവിടെ ഒരു പ്രൈസിൽ കിട്ടുക, പ്രൊമോഷൻ കിട്ടുക, സാലറി ഹൈക്ക് കിട്ടുക, ഇതെല്ലാം ഒക്യുപേഷണൽ വെൽനസ് ആണ്. നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു, പക്ഷെ നമുക്കൊരു ഡീസന്റ് പേ തരുന്നില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് നമ്മളുടെ ഒക്യുപേഷണൽ വെൽനസ് എന്ന് താഴെ പോകും. ലീവ് കിട്ടുന്നില്ല, നമ്മളെ ഓവർ ടൈം വർക്ക് ചെയ്യിപ്പിക്കുന്നു, പക്ഷെ ശരിയായ രീതിയിലുള്ള പേയ്മെന്റും ബെനിഫിറ്റ്സും പ്രൊമോഷനും ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര മടുപ്പാവും ആ ഒരു ജോലി അല്ലെ. ആ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ പോകും. അതുപോലെ തന്നെ നമ്മുടെ ഒക്യുപേഷണൽ വെൽനസ് ഡൗൺ ആയിരിക്കും. അതാണ് അതിന്റെ കുറെ കമ്പണൻസ്. നെക്സ്റ്റ് എൻവയോൺമെന്റൽ വെൽനസ്. നമ്മൾ പറഞ്ഞ ജോബിന്റെ കാര്യം പറഞ്ഞു, നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മൾ ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ പേഴ്സണൽ ലൈഫ്, ഈ പറയുന്ന പ്രൊഫഷണൽ ലൈഫ്, നമ്മുടെ സോഷ്യൽ ലൈഫ്, നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പോൾ ആ ഒരു സോഷ്യൽ ലൈഫ്, ഇത് മൂന്നും കൂടി നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് നമ്മുടെ എൻവയോൺമെന്റൽ വെൽനസ്. ചിലപ്പോൾ ഓഫീസിൽ നല്ല പെർഫോമൻസ് ആയിരിക്കും, വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ വരുന്നു, സൊസൈറ്റിയിലേക്ക് കാര്യമായ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ ഒരു പ്രോഗ്രാമിലും പങ്കെടുക്കുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ എൻവയോൺമെന്റ് വെൽനസ് വീക്ക് ലെവലിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് മൂന്നും നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റണം. അതാണ് എൻവയോൺമെന്റൽ വെൽനസ്. നെക്സ്റ്റ് ഓൾറെഡി പറഞ്ഞിരുന്നു ഫിനാൻഷ്യൽ വെൽനസ് അല്ലെ. പലപ്പോഴും ഇതിന്റെ ആ ഒരു ഫിനാൻഷ്യൽ ഡിഫറൻസസ് പലതാണ്, ആളുകളുടെ ലൈഫ് സ്റ്റൈല് പലതാണ്. കയ്യിലുള്ളത് വെച്ചിട്ടൊക്കെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരും ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ഒരു കമ്പാരിസൺ, ആ ഒരു ഇത് ബുദ്ധിമുട്ട് തോന്നരുത് എന്നുള്ളത് കൊണ്ടാണ് ഗവൺമെന്റ് പല രീതിയിലുള്ള പബ്ലിക് പോളിസീസ് ഇറക്കുന്നത്. ആ ഇൻഇക്വാലിറ്റീനെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട്. അത് കാര്യമായിട്ടൊന്നും പറ്റാറില്ലെങ്കിലും ചില ഏരിയകളിൽ അത് പറ്റുന്നുണ്ട്. അതായത് ഇപ്പൊ റേഷൻ കാർഡ് പല കളറിലുള്ളത് പ്രൊവൈഡ് ചെയ്തില്ലേ, ഓരോ കളർ, ചില കളറിലുള്ളവർക്കാണെങ്കിൽ അവർക്ക് കാശ് കൊടുക്കണ്ട, അവർക്ക് ഫ്രീ ആയിട്ട് പ്രൊവിഷൻസ്, അരി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. ചിലർക്ക് ചെറിയ വിലയിലായിരിക്കും കിട്ടുക. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഫാമിലിയിൽ എത്ര മെമ്പർ ഉണ്ട് അതിനനുസരിച്ച്. ഇനി കുഞ്ഞുങ്ങളെ അംഗൻവാടിയിൽ ചേർക്കുമ്പോൾ അംഗൻവാടി വഴി നമുക്ക് ഇങ്ങനെ അരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ. പിന്നെ ആ ഒരു ഏരിയയിൽ പ്രഗ്നന്റ് ലേഡീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡിന്റെ കിറ്റ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ ഈ ഡെലിവറിക്കൊക്കെ പോകുമ്പോഴേക്കും ഇൻകമിനനുസരിച്ച് അവർക്ക് പേയ്മെന്റ്, റേഷൻ കാർഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഒരു ചെറിയ പേയ്മെന്റ് ഒക്കെ കൊടുക്കും. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറെ പബ്ലിക് പോളിസീസ് ഒക്കെ ഇറങ്ങുന്നുണ്ട് ഈ ഇൻഇക്വാലിറ്റീനെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ പോപ്പുലേഷൻ ഭയങ്കര കൂടി വരുമ്പോൾ പലപ്പോഴും ഇൻഡിവിജ്വൽസിന്റെ വെൽനെസ്സിനെ ഇത് ബാധിക്കും. നെക്സ്റ്റ് കൾച്ചറൽ വെൽനെസ്. ഇതൊരു ഭയങ്കര ഒരു കാര്യം തന്നെയാണല്ലേ. കാരണം ഏത് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു ബാച്ചിൽ ഒരു കുട്ടി പറയുകയായിരുന്നു, കുട്ടി ഭയങ്കര വീക്കാണ്,
ഞാൻ കൾച്ചറൽ വെൽനെസ് പറഞ്ഞപ്പോ അത് എന്താണെന്ന് പറഞ്ഞു വിചാരിച്ചു. അപ്പൊ പറയുമായിരുന്നു കല്യാണം കഴിഞ്ഞ് വന്നത് 2 റീജിയൻ, കേരളത്തിൽ തന്നെ, പക്ഷെ 2 സ്ഥലം, ഒത്തിരി ഡിഫറൻസസ് ഒക്കെ ഉള്ള 2 സ്ഥലം, അങ്ങനെയാണ് മാരേജ് ചെയ്തത്. അപ്പോ ഹസ്ബൻഡിന്റെ വീട്ടിലെ കുക്കിംഗ് ആൾക്കൊട്ടും പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് എണ്ണ യൂസ് ചെയ്യുന്നു, അങ്ങനത്തെ ഓയിൽ, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന്. ഞാൻ ചോദിച്ചു കുക്ക് ചെയ്യുമെന്ന് ചോദിച്ചു. പറഞ്ഞു കുക്ക് ചെയ്യാം, ഒരു ഡിഷ് ഒന്ന് ഒരു ദിവസം ഉണ്ടാക്കുക, അവരും കഴിക്കട്ടെ നമ്മളുടെ രീതിയിലുള്ള ഭക്ഷണം, നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് കൾച്ചറില് മാരേജ് അങ്ങനെ ആയാലും, അല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടി വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോഴും ഈ ഒരു കൾച്ചർ ഡിഫറൻസ് നമ്മളുടെ വെൽനെസ്സിനെ ബാധിക്കും. ചിലപ്പോൾ അവിടുത്തെ ഫുഡ് ഹാബിറ്റ്സ് നമുക്ക് പറ്റാതെ വരും, അവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് പറ്റാതെ വരും, അസുഖങ്ങൾ വരും, പിന്നെ അവിടുത്തെ ആളുകളുടെ രീതികൾ, പെരുമാറുന്ന രീതികൾ വ്യത്യാസമായിരിക്കാം. അപ്പൊ കൾച്ചറൽ വെൽനെസ് പലപ്പോഴും നമ്മുടെ വെൽനെസ്സിനെ ബാധിക്കാറുണ്ട്. ഇത് ഇൻഡിവിജ്വലിന്റെ നീഡ്സ് അനുസരിച്ച് ഫ്രീഡം ഓഫ് ചോയ്സ്, നമുക്ക് എല്ലാവർക്കും ഒരു ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ടല്ലേ. പിന്നെ ഇൻഡിവിജ്വൽസ് പലപ്പോഴും ഈ ഒരു മാരേജിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ ആ കുട്ടി ആ കല്യാണം കഴിഞ്ഞാൽ വീട്ടിൽ വരുമ്പോൾ അവിടെ ചിലപ്പോൾ അവിടുത്തെ ഡോമിനന്റ് ആയിട്ടുള്ള ആള്, വീട്ടിലെ മെമ്പർ ആയിരിക്കും ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇപ്പൊ ഭക്ഷണം ഈ രീതിയിൽ വെക്കാം, അങ്ങനെ ഇങ്ങനെ. അപ്പൊ ഒരാളുടെ നീഡ്സ് മനസ്സിലാക്കി നമ്മൾ അയാളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കൾച്ചറൽ വെൽനെസ്, ഇപ്പൊ കുട്ടിക്ക് ആ ടൈപ്പ് ഭക്ഷണം പറ്റില്ലെങ്കിൽ അത് ഏത് രീതിയിലാണെന്ന് മനസ്സിലാക്കി ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ ആ കുട്ടിക്ക് അവിടെ ഫ്രീ ആയിട്ട് അവിടെ കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടെങ്കിൽ, അതൊക്കെ ആ ഒരു കൾച്ചറൽ വെൽനെസ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഫുഡിന്റെ കാര്യം പറഞ്ഞത്, അതുപോലെ എല്ലാ ഏരിയയിലും. ഓക്കെ, ലാസ്റ്റ് വൺ ആണ് ക്ലൈമറ്റ് വെൽനെസ്. ഇതൊരു എമർജിംഗ് ഡയമെൻഷൻ ആണ് വെൽനെസ്സിന്റെ. ഇതിൽ പല റിസർച്ചുകളും നടക്കുന്നുണ്ട് ക്ലൈമറ്റിക് വെൽനെസ്. കാരണം ക്ലൈമറ്റ് പലപ്പോഴും നമ്മുടെ വെൽനെസ്സിനെ ബാധിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ അസുഖങ്ങൾ വരാം, ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാം, ഹെൽത്തിനെ വളരെയധികം ബാധിക്കാം ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വരുമ്പോഴേക്കും. ഈ ചില നാട്ടിലൊക്കെ സൂര്യപ്രകാശം വളരെ കുറവാണല്ലോ. ഹംഗറി, യൂറോപ്യൻ കൺട്രീസിലൊക്കെ ചില ഇടങ്ങളില് സൂര്യൻ ഉണ്ടായിരിക്കുന്ന ടൈം വളരെ കുറവായിരിക്കും. അപ്പൊ അവർക്ക് പെട്ടെന്ന് ഇരുട്ടാവും. ചില സീസൺ വരുമ്പോ അത് വളരെ കൂടുതലായിരിക്കും. കൂടുതൽ സമയം രാത്രി, കുറവ് പകല്, ആ ഒരു രീതിയിലൊക്കെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ഫ്രണ്ട് ജർമ്മനിയിൽ കുട്ടി പറഞ്ഞ ഓട്ടം സീസണിലാണ്, ആ ടൈമില് അവർക്ക് സ്പ്രിങ് ഓട്ടം ഏതൊരു ടൈമില് ഭയങ്കര രസമാണ്. ഷോപ്സ് ഒക്കെ ഭയങ്കര സജീവമാകും, മരങ്ങളൊക്കെ നല്ല പൂത്ത് നല്ല കളറായിട്ടൊക്കെ ഇരിക്കും, നല്ല രസമാണ്. ആ സമയത്താണ് അവിടെ കാർണിവലും അങ്ങനത്തെ ഒക്കെ നടക്കുന്നത്. പക്ഷെ ആ ഒരു സീസൺ അങ്ങ് മാറുമ്പോഴേക്കും ഈ ഭയങ്കര ഇരുട്ടായിരിക്കുന്നത്, ഫുൾ മഞ്ഞൊക്കെ വീണ് ഇലയൊക്കെ കൊഴിഞ്ഞ് മരങ്ങളൊക്കെ ഇങ്ങനെ ശുഷ്കിച്ച് ഇങ്ങനത്തെ ഷോപ്പുകളൊന്നും ഓപ്പൺ ചെയ്യില്ല. എല്ലാരും ഭയങ്കര ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് പോകുന്നതാണ് പറയുന്നത്. ഒരു ഡിപ്രസീവ് മൂഡാണ് ആ സമയത്ത്. എങ്ങനെയെങ്കിലും നാട്ടിൽ വന്നാൽ മതി എന്നൊക്കെ തോന്നുന്നു. കാരണം അത്ര ഇരുട്ട് പിടിച്ച പോലെ തോന്നുന്നത്. എവിടെയോ ഒരു യൂറോപ്യൻ കൺട്രിയില് ഭയങ്കര റിച്ച് ആണ് അവിടുത്തെ ആൾക്കാര്, പക്ഷെ അവിടുത്തെ സൂയിസൈഡ് റേറ്റ് ഭയങ്കര കൂടുതലാണ്. കാരണം ഈ ഒരു ഓവർകാസ്റ്റ് കണ്ടീഷൻ ആയിരിക്കും എപ്പോഴും, സൂര്യൻ അധികം നേരം ഇല്ല, അപ്പൊ എപ്പോഴും ഇരുട്ട് മൂടി ഇതുപോലെ ഇരിക്കും. അപ്പൊ അവരിങ്ങനെ ഡിപ്രഷൻ വന്ന ആളുകൾ സൂയിസൈഡ് ചെയ്യുന്ന പറയുന്നത്. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആലോചിച്ചപ്പോ ഒരു ദിവസമൊക്കെ ഇങ്ങനെ ഓവർകാസ്റ്റ് കണ്ടീഷൻ ഒക്കെ ഭയങ്കര രസമായിരിക്കും. കാരണം കിടന്നുറങ്ങാനൊക്കെ തോന്നും, മഴക്കാറ് വന്ന പോലെയൊക്കെ തോന്നുമ്പോ. പക്ഷെ അത് 2-3 ദിവസം ആകുമ്പോഴേക്കും നമുക്കൊരു മടുപ്പാവില്ല, ഒട്ടും വെളിച്ചില്ലാത്ത ഒരവസ്ഥ വരുമ്പോഴേക്കും. ഇതാണ് ക്ലൈമറ്റ് വെൽനെസ്. അത് നമ്മുടെ വെൽനെസ്സിന് വളരെയധികം ചേഞ്ചസ് വരും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ആ ലിങ്ക് നോക്കിയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ മാത്രം പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക, ഡയമെൻഷൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇപ്പൊ നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞല്ലേ? ഞാനതൊന്നുമില്ലല്ലോ. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിക്കൂ. അല്ല, നമ്മളിപ്പോ ഈ ടെക്സ്റ്റിലത്തെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അത് തന്നെ ആയിരിക്കുമോ നമുക്ക് എക്സാമിന് വരുന്നത്? അതായത് നമ്മൾ ഈ ഡിഗ്രി ഒക്കെ പ്ലസ് 2 ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കൂലേ എക്സാമിന്, അതുപോലെ തന്നെയാണോ ഇതും? അല്ല നമ്മളെ
ഇത് സബ്ജക്ട് സ്റ്റഡി എന്നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ സാധാരണ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഇത് പറയാറുണ്ട്. ആ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു, അതിന്റെ ഇൻട്രൊഡക്ഷൻ തരുന്ന സമയത്ത്. അതായത് നമ്മള് ഞാനതൊരു എക്സാമ്പിളുമായിട്ട് കണക്ട് ചെയ്യാം. ആശ്രിത ചോദിച്ച നല്ലൊരു ഡൗട്ട് തന്നെയാണ്. നമ്മൾ ഓരോന്നും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ essay കോമ്പറ്റീഷൻസിന് പോവാറുണ്ട് അല്ലെ. നമുക്കൊരു ടോപ്പിക് തരും, ഒരു തീം തരും, നമ്മൾ അതിന്റെ അതിനെ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു 10 minutes ഒക്കെ പ്രിപ്പറേഷൻ ടൈം തരും. പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ആ എഴുതുന്നു, നമുക്കതിന് പ്രൈസ് കിട്ടും അല്ലെ. അങ്ങനത്തെ കോമ്പറ്റീഷൻ ഉണ്ടാവാറില്ലേ essay റൈറ്റിംഗ്? നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ടോപ്പിക് ഡീഫോറസ്റ്റേഷൻ, അതായത് നിങ്ങൾ മരങ്ങളെ നമ്മൾ സംരക്ഷിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത. അപ്പൊ അതിനെ പറ്റി ഒരു ടോപ്പിക് തരുന്നു. നമുക്കറിയാം മരം ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ നമുക്കറിയാം. നമ്മൾ ആ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് കണ്ടന്റ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെന്നെങ്കിലും അറിയുന്നവരെ എഴുതിത്തരണം, അല്ലെങ്കിൽ അതിന്റെ റിലേറ്റഡ് ബുക്കുകൾ വാങ്ങിച്ച് പഠിച്ച് മനസ്സിലാക്കുകയാണ്. ഇപ്പൊ നമ്മുടെ വിരൽത്തുമ്പിലെല്ലാം ഉണ്ട്. നമ്മളെല്ലാം നോക്കി നമ്മൾ അതിനു വേണ്ടി നല്ലപോലെ പ്രിപ്പയർ ചെയ്തു, നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു, നമുക്ക് പ്രൈസ് കിട്ടും. പ്രൈസ് വീട്ടിൽ കൊണ്ടുവന്ന് ഭദ്രമായി വെക്കുന്നു. പിന്നെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ദാറ്റ് ഈസ് സബ്ജക്ട് സ്റ്റഡി. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കുകയാണ്, ശരിയാണല്ലോ, മരങ്ങൾ ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ നാടിന്റെ അവസ്ഥ വളരെ മോശവും. വെള്ളം കിട്ടാതെ വരും, ചൂട് കൂടും, പല നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകും, മണ്ണിടിച്ചിലുണ്ടാകും, അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോ മരങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഞാൻ എന്ത് ചെയ്യണം, അതിനുവേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നിങ്ങളുടെ സബ്ജക്ട് സ്റ്റഡിയിൽ നിന്ന് മാറിയിട്ട് നിങ്ങളൊരു തിമാറ്റിക് ലേണിംഗിലേക്ക് പോവുകയാണ്. അതാണ് സ്റ്റഡിയും ലേണിംഗും തമ്മിലുള്ള വ്യത്യാസം. കേൾക്കുമ്പോൾ നമ്മളോർക്കും രണ്ട് സെയിം ആണോ, പക്ഷെ ഇതാണ് വ്യത്യാസം. പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് നമ്മളൊരു സബ്ജക്ട് പഠിച്ച് നമ്മൾ എഴുതുമ്പോൾ അതൊരു സബ്ജക്ട് സ്റ്റഡിങ് ആയി മാറും. പക്ഷെ അത് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതൊരു ലേണിംഗ് ആയിട്ട് മാറുന്നത്. നമ്മളൊരു ലേണിംഗ് പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്, ലൈഫ് ലേണിംഗ് പ്രോസസ്. നമ്മൾ പറഞ്ഞില്ലേ നോളജ്, അത് കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണ്? നമ്മൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ, നമ്മൾക്ക് പറ്റുന്ന ഇടങ്ങളിലേക്ക് അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് അത് അപൂർണമാകുന്നത്. അല്ലെങ്കിൽ അത് അപൂർണമാണ്, കംപ്ലീറ്റ് ആകുന്നില്ല. അപ്പൊ അതാണ് ശരിക്കും ഈ ഒരു മെത്തേഡിൽ നടക്കുന്നത്. നമ്മൾ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. നമ്മളിപ്പോ പറയുമ്പോൾ ഹെൽത്തിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പലതും പറയാനുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരിക്കും ക്ലാസ്. ഇപ്പൊ വെൽനസ് പറഞ്ഞു വന്നപ്പോ കുറെ കാര്യങ്ങളും പലരുടെ എക്സ്പീരിയൻസും ഷെയർ ചെയ്തു അല്ലെ. കുറെ പേർക്കും ഷെയർ ചെയ്യാനുണ്ടാവും. അപ്പൊ അങ്ങനെ ഷെയർ ചെയ്തിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് അത് അങ്ങനെ ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു. നമ്മുടെ ഒരു വളർച്ചയുടെ ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. നമ്മളുടെ ഗ്രോത്ത് മറ്റുള്ളവർ, നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കും അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടും. നമ്മുടെ വീട്ടിലുള്ളവരെ, നമ്മുടെ നൈബർഹുഡിലുള്ളവരെ, നമ്മൾ നാളെ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം അത് കിട്ടുന്നത്. കാണാതെ പഠിച്ചു ഒരിക്കലും അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് അല്ല മോണ്ടിസോറി മെത്തേഡ്. അത് തന്നെയല്ല, ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. നിങ്ങൾക്ക് ഇനി ആക്ടിവിറ്റീസ് തുടങ്ങും, ക്ലാസ് റൂം ആക്ടിവിറ്റീസ് തുടങ്ങും, നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യേണ്ടതായിട്ട് തുടങ്ങും. അങ്ങനെ ഓരോന്നും തുടങ്ങും. അങ്ങനെ നമ്മൾ പാകപ്പെട്ടു വരും. ഇപ്പോ ഹെൽത്തിന്റെ ഇത് കഴിഞ്ഞു. ഞാൻ ഈ ഒരു ചാപ്റ്ററിൽ ഒരു അസൈൻമെന്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഇല്ല? ഓക്കെ, ഇതിനകത്ത് ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു അസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈറ്റിൽ എന്താണ്? മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് അല്ലെ. കളക്ട് റിലേറ്റഡ് പിക്ചേഴ്സ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ക്ലാസ് റൂമിൽ ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വരും കേട്ടോ. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് അസൈൻമെന്റ്. ഒരു പിക്ചർ ആയാലും കുഴപ്പമില്ല, 2 or 3 കളക്ട് ചെയ്യണോ എന്നാലും കുഴപ്പമില്ല. അത് നമ്മൾ നോട്ട്ബുക്ക് എടുത്തിട്ട് ആ നോട്ട്ബുക്കിൽ നമ്മൾ ഒട്ടിച്ചാൽ മതി ആ പിക്ചർ. വരയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് പിക്ചർ ആയിരിക്കും കളക്ട് ചെയ്യുക? ഹെൽത്ത് എന്ന് കേൾക്കുമ്പോൾ ഏത് പിക്ചറൊക്കെ നമുക്ക് മനസ്സിൽ വരും? നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് എടുക്കാം അല്ലെ. ബ്രഷിങ്, പിന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കും, പിന്നെന്താ പറയാ, സമയത്ത് ഉറങ്ങും, സമയത്ത് എണീക്കും. ഓർക്കും സമയത്ത് ഉറങ്ങുന്നതും എണീക്കുന്നതും എങ്ങനെ പിക്ചറിൽ കാണിക്കാനായിട്ട് പറ്റും. എണീക്കുമ്പോ സൂര്യൻ ഉദിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ക്ലോക്കിലെ സമയമോ, ഉറങ്ങുമ്പോഴും ക്ലോക്കിലെ സമയം കറക്റ്റ് 10 മണി എന്ന് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ ഉറങ്ങും. ആ ഒരു സൗണ്ട് സ്ലീപ്പ്, നല്ല പോലെ കുളിക്കുന്നു, അതിന്റെ ഒരു പിക്ചർ വരയ്ക്കും.
അങ്ങനെ ചെറിയ കുട്ടികളുടെ ടെക്സ്റ്റ് ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഗുഡ് ഹാബിറ്റ്സ്, അങ്ങനെ ഹെൽത്തി ഹാബിറ്റ്സ് എന്ന് പറഞ്ഞുള്ളത് കാണുമായിരിക്കും. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്, നമ്മുടെ എക്സസൈസസ്, റണ്ണിങ്, വാക്കിംഗ്, സ്വിമ്മിങ്, ഡാൻസിങ്, അങ്ങനെ എന്തിന്റെങ്കിലും ഫോട്ടോ. വെൽനസ്, അതാണ് ഇച്ചിരി എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നത്. നമ്മൾ വെൽനസ് എന്ന് പറഞ്ഞൊരു ക്ഷേമം, സുഖം, സന്തോഷം, സമാധാനം എല്ലാം കൂടി ചേരുന്നൊരവസ്ഥ. നമ്മൾ വീട്ടിൽ ഫാമിലി ആയിട്ട് പിക്നിക്കിന് പോകുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോയോ, ഫാമിലി ആയിട്ട് ഒരുമിച്ചിരുന്ന് പ്രെയർ ചെയ്യുന്നതോ, ഭക്ഷണം കഴിക്കുന്നതോ, അന്താക്ഷരി കളിക്കുന്നതോ, TV കാണുന്നതോ, മൂവി കാണുന്നതോ, ഹാപ്പി ആയിട്ടിരിക്കുന്ന ഫാമിലി ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട്സും ആയിട്ടിരിക്കുന്നത്, ഓഫീസിലെ കൊളീഗ്സും ആയിട്ടിരിക്കുന്നത്, ഒരു ബർത്ത്ഡേ എല്ലാരും കൂടെ ചേർന്ന് കേക്ക് മുറിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ് കിട്ടി എല്ലാരും കൂടെ കേക്ക് മുറിക്കുന്നത്, ഇതെല്ലാം വെൽനസ്സിൽ നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. ഇതിന്റെ ഒരു ഫോട്ടോ എങ്കിലും കളക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ വരച്ചിട്ട് നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ, ഇതുപോലെ ഈ കോളേജ് നോട്ട്ബുക്കുകൾ കിട്ടുമല്ലോ, ഇതുപോലെയുള്ള നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ട് നോട്ട്ബുക്കിൽ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വയ്ക്കാം. കാരണം ചാർട്ട് പേപ്പറിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചാർട്ട് പേപ്പർ നമുക്ക് സെക്യൂർ ചെയ്ത് വെക്കാൻ ഇത്തിരി പാടായിരിക്കും അല്ലെ, ബുദ്ധിമുട്ടായിരിക്കും ഫോൾഡ് ചെയ്തൊക്കെ വെക്കാനായിട്ട്, നന്നായിരിക്കില്ല. അല്ലെങ്കിൽ ഒരു പൈപ്പ് പോലെ വാങ്ങാൻ കിട്ടും, കുറച്ച് കോസ്റ്റ് ഉള്ളതായിരിക്കും. അതിനകത്ത് ഓരോരോ ചാർട്ട് പേപ്പർ വെക്കാൻ തന്നെ പാടാണ്. നമ്മള് ഏറ്റവും സേഫ് ആയിട്ട് അസൈൻമെന്റ് പറയുന്നതാണെങ്കിലും ആക്ടിവിറ്റീസ് ആണെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം. അസൈൻമെന്റിന്റെ നോട്ട്ബുക്കിൽ എഴുതുന്നതായിരിക്കും നല്ലതെന്ന് എന്റെ ഒരു അഭിപ്രായം. അസൈൻമെന്റ് ഷീറ്റ് വാങ്ങാൻ കിട്ടും, അങ്ങനെ എഴുതാം. A4 പേപ്പറിൽ, ലൂസ് പേപ്പറിൽ എഴുതാം. ലൂസ് പേപ്പറിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഫാനൊക്കെ കറക്കുമ്പോൾ അത് പറന്ന് ചിലപ്പോ അലമാരിയുടെ അടിയിലോ ടേബിളിന്റെ അടിയിലോ മെഷീന്റെ അടിയിലോ ഒക്കെ പോകും, നമ്മൾ കാണില്ല, നമുക്ക് പേപ്പർ മിസ്സാവും. പല കുട്ടികളും പറഞ്ഞിരുന്നു ലാസ്റ്റ് ടൈം നോക്കുമ്പോൾ കുറെ പേപ്പർ ഒന്നും കാണുന്നില്ല, എന്നിട്ട് ഇതിങ്ങനെ പറന്നൊക്കെ പോവാം. അല്ലെങ്കിൽ അത് സെക്യൂർ ചെയ്ത് ഫയൽ ചെയ്ത് വെക്കണം. ചിലര് സ്പൈറൽ ബൈൻഡ് ഒക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. അത്രയും ഒന്നും ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ബുക്കിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ബുക്ക് നല്ല നീറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ ഒരു ചാർട്ടിൽ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. കാരണം കുഞ്ഞുങ്ങളല്ലേ, നമ്മളൊരു കുഞ്ഞു നോട്ട്ബുക്കിലാക്കി കൊണ്ടുപോകുമ്പോൾ ഈ ഫോട്ടോ ഒട്ടിച്ചൊക്കെ നോട്ട്ബുക്കോട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അറ്റ് ടൈം എല്ലാ കുട്ടികളെയും കൂടെ കാണിക്കാൻ പറ്റില്ല. അത് അവർക്ക് ഭയങ്കര ഒരു ഫീലിങ്സ് ആണല്ലേ, അവർക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും ഇത് കാണാനായിട്ട്. അപ്പോൾ നമ്മളുടെ ചാർട്ടിലാവുമ്പോൾ നമുക്ക് ആ ക്ലാസ് റൂമിൽ ഹാങ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാം. അതാവുമ്പോൾ എല്ലാ കുട്ടികളിലേക്ക് എത്തും. ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ അതിന്റെ മുന്നിൽ പോയി നിന്ന് നോക്കിക്കോളും. അങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ട്. അതൊക്കെ ആ ടൈമിൽ ചെയ്താൽ മതി. ഇത് കാണാതെ പഠിച്ച് പരീക്ഷ എഴുതേണ്ടതല്ല, നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് തരും കേട്ടോ ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ. അത് MCQ ആയിരിക്കും, ഒരു ഗൂഗിൾ ഫോം പോലെയാണ്. ഒരു ലിങ്ക് തരും, ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4 ഓപ്ഷൻ ഉണ്ടാവും. കറക്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, സബ്മിറ്റ് ചെയ്യപ്പിടിക്കും. മോക്ക് ടെസ്റ്റിന് നിങ്ങളുടെ സ്കോർ അങ്ങനെ തന്നെ വരും. ഇനി മോക്ക് ടെസ്റ്റ് ചെയ്തു 10 ക്വസ്റ്റ്യൻ എന്റെ 2 തെറ്റിപ്പോയി, നോ പ്രോബ്ലം. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ആ മോക്ക് ടെസ്റ്റ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യാം. അതേ മോഡലിലായിരിക്കും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. എക്സാമിന് അതേ മോഡലിൽ വരും, പക്ഷെ എക്സാമിന്റെ റിസൾട്ട് ഇപ്പൊ തന്നെ അറിയാൻ പറ്റില്ല, അതിന് ടൈം എടുക്കും. എക്സാം എന്ന് പറയുമ്പോൾ ഒരു ടൈം പറഞ്ഞ ആ ടൈമിൽ തന്നെ ലൈവായിട്ട് വന്ന് എഴുതണം. മോക്ക് ടെസ്റ്റ് ആകുമ്പോൾ എപ്പോ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യും. പിന്നെ എക്സാം നമുക്ക് മോഡ്യൂൾ 1 നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 4 പാർട്സ് ഉണ്ട്. ഒന്നാമത്തെ 2ാമത്തെയും പാർട്ട് തീരുമ്പോ ഒരു ടേം എക്സാം, 3ാമത്തെയും 4ാമത്തെയും പാർട്സ് കഴിയുമ്പോഴേക്കും അടുത്ത ടേം എക്സാം. മോഡ്യൂൾ 1 മുഴുവൻ കഴിയുമ്പോഴാണ് മെയിൻ എക്സാം. ഡിപ്ലോമ നമുക്ക് ഒരുമിച്ച് PGയുടെ ഡിപ്ലോമയുടെ കുട്ടികൾക്ക് കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ആ പരീക്ഷ വരുന്നത്. PGയുടെ പിന്നെ സെപ്പറേറ്റ്, PGയുടെ മാത്രമുള്ള മോഡ്യൂൾസ് സെപ്പറേറ്റ്. ഇതൊക്കെ മനസ്സിലാവും. പെട്ടെന്ന് എല്ലാം കൂടെ ഒരുമിച്ച് പറയുമ്പോൾ കൺഫ്യൂഷൻ വരും. ഇപ്പൊ നമ്മളിവിടെ തിമാറ്റിക് ലേണിംഗ് ആണ്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. കാര്യങ്ങൾ മനസ്സിലാക്കി ആണ് നമ്മൾ പോകുന്നത്. കാണാതെ പഠിക്കുന്ന ഒരു രീതിയല്ല, സബ്ജക്ട് സ്റ്റഡിയിങ് അല്ല. 10th ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ ഞാൻ 1994 10ാം ക്ലാസ് പരീക്ഷ എഴുതിയത്, അന്ന് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടെത്താൻ ഞാൻ ചിലപ്പോൾ ഫെയിൽ ആയി പോകും, ചിലപ്പോ കഷ്ടിച്ചൊന്ന് പാസ്സാവുമായിരിക്കും. ആർക്കെങ്കിലും നല്ല മാർക്ക് കിട്ടും 10th ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ കൊണ്ടുവന്ന് പരീക്ഷ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ? കാരണം നമ്മൾ അന്ന് സബ്ജക്ട് സ്റ്റഡിയിങ് ആയിരുന്നു. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ നമ്മളങ്ങ് കാണാതെ പഠിച്ച് അങ്ങ് പരീക്ഷ എഴുതുമായിരുന്നു. ചിലതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ച്, പക്ഷെ കൂടുതലും നമ്മൾ കാണാതെ പഠിച്ച് അങ്ങനെ കൊണ്ടുപോയി പരീക്ഷ എഴുതുക. എന്തിനാ എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല, ആ ലെവലിലേക്കൊക്കെ പോയിട്ടുണ്ടാവും. കാരണം പിറ്റത്തെ പരീക്ഷ എഴുതണമെങ്കിൽ ഇത് തലയിൽ നിന്ന് കളഞ്ഞാലേ നമുക്ക് പിറ്റത്തെ എക്സാമിന് നമുക്ക് നല്ലപോലെ എഴുതാൻ പറ്റുള്ളൂ. കാരണം അതിന്റെ നമുക്ക് കയറ്റണം തലയിൽ. അന്നത്തെ ഒക്കെ പഠിത്തം അങ്ങനെയായിരുന്നു അല്ലെ.
ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ജീവനുള്ള പ്യുവർ സോൾസ് ആണ്, വളരെ നിഷ്കളങ്കരായ മക്കളാണ്, അവരെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. കുറെ എക്സ്പെരിമെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും പാർട്സ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ മാറ്റി വെക്കാൻ പറ്റും, മെഷീൻ ഒന്നുമല്ലല്ലോ. സോ നമ്മൾ അവരെ മനസ്സിലാക്കിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് പോകുന്നത്. ചിലപ്പോ ഈ പഠിച്ച തിയറി തന്നെ ചിലപ്പോൾ നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആവണമെന്നില്ല. അവരുടെ രീതി അനുസരിച്ച് നമ്മൾ മാറും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. എക്സാമിന് മുൻപേ മിസ് റിവിഷൻ കാണുമോ? മെയിൻ എക്സാമിന് റിവിഷൻ ഉണ്ടാവും. റിവിഷൻ മീൻസ് ഒരു റിഫ്രഷിംഗ് സെഷൻ ഞാനുണ്ടെങ്കിൽ ഞാനായിരിക്കും എടുക്കുന്നത്. മാം അസൈൻമെന്റ് ഒക്കെ മാം പറഞ്ഞതിന് ശേഷമാണോ ചെയ്യേണ്ടത്? ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞത് ക്ലിയർ ആയല്ലോ, നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചോളൂ. വേറെ ഒന്നും എഴുതാനൊന്നും ഇല്ല ഇതിനകത്ത്. ആ ഫോട്ടോ കളക്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ടൈറ്റിൽ കൊടുക്കാം. ക്ലാസ് റൂമിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ മാത്രമാണ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അതിന്റെ ഒരു മോക്ക് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇട്ട് തരും എങ്ങനെ സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെയാണ്. അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ ഉണ്ടാവും. ഓക്കെ ഓക്കെ ഫൈൻ. സൈൻ ഔട്ട് ഉണ്ടോ? വൈൻഡപ്പ് ചെയ്യാം. Thank you, ma'am. Today class was very useful. Thank you. Bye. Have a nice day. Thank you, ma'am. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം.